everyone, welcome to Exam by Learning. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓണം എക്സാമിലെ ബയോളജിയിൽ വരാൻ സാധ്യതയുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നമുക്ക് ഓണം എക്സാം അടുത്തു, അതിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ടോപ്പിക്സ് ഒക്കെ ഏകദേശം ഒക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. നമ്മൾക്ക് ടോപ്പിക്സ് ഏകദേശം കംപ്ലീറ്റ്ലി നമ്മൾ മനസ്സിലാക്കിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്ത് നമുക്ക് വീക്ക് ഏരിയാസ് ഉണ്ടോ എന്നൊക്കെ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കണം അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇത് കംപ്ലീറ്റ്ലി ഇത്രയും ദിവസം നിങ്ങൾ പഠിച്ച എല്ലാ കാര്യങ്ങളും ഒറ്റ ഒരു വീഡിയോയിൽ പിന്നെ ക്യാപ്സ്യൂളാക്കി തരികയല്ല, മറിച്ച് നമ്മൾ പഠിച്ചോ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലായോ എന്ന് സ്വയം ഒന്ന് അനലൈസ് ചെയ്യാനുള്ള ഒരു വീഡിയോ മാത്രമാണിത്. ഇത് മാത്രം പഠിച്ചു പോയാൽ കംപ്ലീറ്റ്ലി ഫുൾ മാർക്സ് കിട്ടും എന്നൊന്നും നമ്മൾ പറയുന്നില്ല കേട്ടോ. അപ്പോൾ എനിവേ, നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു നോട്ട്ബുക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നോട്ട്ബുക്ക് നിങ്ങളുടെ അടുത്ത് തന്നെ വെക്കുക. അതിൻ്റെ കൂടെ നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോഴും നിങ്ങൾ സ്ക്രീനിൽ ക്വസ്റ്റ്യൻ ഇവിടെ കാണിക്കും. ആ ക്വസ്റ്റ്യൻ കണ്ട് നമ്മളത് ആ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ ഉടനെ ഒന്ന് പോസ് ചെയ്യുക. എന്നിട്ട് സ്വന്തമായി നിങ്ങളൊന്ന് ആൻസർ ചെയ്ത് നോക്കുക. സ്വന്തമായി ഒന്ന് ആൻസർ എഴുതി തന്നെ നോക്കുക. ജസ്റ്റ് അതറിയോ നോക്കി അങ്ങനെ വിടുകയല്ല. നിങ്ങൾക്ക് അതൊരു സെൻറ്റൻസായി അല്ലെങ്കിൽ ഒരു പാരഗ്രാഫായി എഴുതാൻ പറ്റുന്നുണ്ടോ എന്ന് തന്നെ നോക്കുക. അതിനുശേഷം നമ്മളത് ശേഷം നമ്മളത് ഡിസ്കസ് ചെയ്യുമല്ലോ. അപ്പോൾ അതേപോലെ തന്നെയാണോ നിങ്ങൾ എഴുതിയത് നോക്കുക. അപ്പോൾ ചില സ്ഥലത്ത് നമ്മൾ ചില പോയിന്റുകൾ മിസ്സായിട്ടുണ്ടാവും. ആ ഏരിയാസ് നമ്മൾ ഒന്നുകൂടി നന്നായി നോക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. ആ രൂപത്തിൽ വേണം നമ്മൾ റിവൈസ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇതൊരു റിവിഷൻ ആയിട്ട് എടുക്കുക. ഈ ഒരു വീഡിയോ ഒരു റിവിഷൻ ആയിട്ട് വേണം നിങ്ങൾ എടുക്കാൻ. ഓക്കെ, അപ്പോൾ എനിവേ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചെയ്യാം. ആ ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ഏരിയാസ്, കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ട ഏരിയാസ് നമുക്ക് ഡിസ്കസ് ചെയ്ത് തന്നെ പോകാം. ഒന്നാമത്തെ ഒരു ചോദ്യം, ഒബ്സർവ് ദ ഇലിസ്ട്രേഷൻ ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. ഓക്കെ, എന്താണ് ഇവിടെ ടോൾ റൗണ്ട് സീഡഡ് ക്രോസ്ഡ് വിത്ത് ഡ്വാർഫ് ആൻഡ് റിങ്കിൾഡ് സീഡഡ്. ഇത് ക്രോസിംഗ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ടോൾ ആൻഡ് റൗണ്ട് എന്ന് പറയുമ്പോൾ അത് ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ ആണ് അതിൻ്റെ ജീനോടൈപ്പ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഡ്വാർഫ് ആൻഡ് റിങ്കിൾഡ് സീഡഡ് അതിൻ്റെ എന്ത് കൊടുത്തിട്ടില്ല, അതിൻ്റെ ജീനോടൈപ്പ് കൊടുത്തിട്ടില്ല. അതേപോലെ തന്നെ പിന്നെ ഇവിടെ ബി എന്ന് കൊടുത്തിട്ടുണ്ട്, അതെന്താന്ന് കൊടുത്തിട്ടില്ല. ഇവിടെ സ്മോൾ ടി സ്മോൾ ആർ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം അത് ക്രോസ് ചെയ്ത് പിന്നെ ഗാമേറ്റ്സ് ആയിട്ട് ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എന്നുള്ളത് ഒരു F1 ജനറേഷൻ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ ക്രോസ് എന്ന് പറയുന്നത്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. കംപ്ലീറ്റ് എ ആൻഡ് ബി, എയും ബിയും കംപ്ലീറ്റ് ചെയ്യാം. എന്താണ് പിന്നെ നമുക്ക് അതിൻ്റെ ആൻസറിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യാം. ഡ്വാർഫ് ആൻഡ് റിങ്കിൾഡ് സീഡഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് രണ്ടും റെസസീവ് ആണ്. ഡോർഫ് എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ ടി ആണ് ടോളെങ്കിൽ ഡോർഫ് എന്തായിരിക്കും, സ്മോൾ ടി ആയിരിക്കും അല്ലേ. റിങ്കിൾഡ് റൗണ്ട് ആണ് ഡോമിനന്റ്, അത് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ആണെങ്കിൽ പിന്നെ റെസസീവ് എന്തായിരിക്കും, സ്മോൾ ആർ ആയിരിക്കും. അപ്പോൾ ഇതായിരിക്കും എ എന്ന് പറയുന്നത് അല്ലേ. ഇനി ഇവിടെ കൊടുത്തിട്ടുള്ള എന്താ, ഈ നമ്മൾ ഈ ജീനോടൈപ്പിന് ശേഷം താഴെ നമ്മൾ റൗണ്ടിലിട്ട് കൊടുക്കുന്ന കാര്യം എന്താണ്, അതാണ് അതിൻ്റെ ഗാമേറ്റ്സ് അല്ലേ. അതായത് സ്മോൾ ടി സ്മോൾ ആർ എന്നുള്ളതിൻ്റെ ഗാമേറ്റ് എന്തായിരിക്കും, സ്മോൾ ആർ എന്നുള്ളതായിരിക്കും. അങ്ങനെയുള്ള ഗാമേറ്റുകൾ അതിന് ഫോം ചെയ്യുള്ളൂ, വേറെ ഗാമേറ്റുകൾ ഫോം ചെയ്യാനില്ലല്ലോ. അതേപോലെ ഈ ക്യാപിറ്റൽ ആർ എന്നുള്ളതിൻ്റെ ഗാമേറ്റ് എന്തായിരിക്കും, ഒബ്വിയസ്ലി ഇതിൽ നിന്നൊന്ന് എടുത്ത് അല്ലേ, ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ എന്നുള്ളതായിരിക്കും ഗാമേറ്റ് അല്ലെ. അതാണ് ബി എന്ന് പറയുന്നത്, റൈറ്റ്. അപ്പോൾ അതാണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് F1 പ്ലാന്റ് എന്താണ്, ടോൾ അല്ലെ. ഇവിടെ ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് പറയുമ്പോൾ ഡോമിനന്റ് ടോൾ ആണ്, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എന്ന് പറയുമ്പോൾ ഡോമിനന്റ് റൗണ്ട് ആണ് അല്ലെ. ടോൾ ആൻഡ് റൗണ്ട് സീഡഡ് ആയിരിക്കും എന്ത് F1 ജനറേഷൻ എന്ന് പറയുന്നത്. ബിക്കോസ് ടോൾ ആൻഡ് റൗണ്ട് ആർ ഡോമിനന്റ് ട്രേറ്റ്സ്, ദേ വിൽ എക്സ്പ്രസ് ഓവർ റെസസീവ് സ്മോൾ ടി ആൻഡ് സ്മോൾ ആർ അല്ലേ. അങ്ങനെ അതിൻ്റെ ഒരു പിന്നെ ആ ഒരു പിന്നെ റീസണിങ്ങും കൂടി എഴുതിയാലാണ് നമുക്ക് കംപ്ലീറ്റ് മാർക്ക് കിട്ടുക. ആ രൂപത്തിൽ തന്നെ അത് എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഒരു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ജെനറ്റിക് സ്ട്രക്ചർ ഓഫ് എ പേഴ്സൺ ഈസ് ഗിവൺ ബിലോ. ഒരാളുടെ ജെനറ്റിക് സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. അനലൈസ് ഇറ്റ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. എന്താണ് 44 പ്ലസ് XX. ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് ഡു 44 ആൻഡ് XX ഇൻഡിക്കേറ്റ്. എന്താണ് 44, എന്താണ് XX? ഈസ് ദ പേഴ്സൺ വിത്ത് ദിസ് ജെനറ്റിക് സ്ട്രക്ചർ മെയിൽ ഓർ ഫീമെയിൽ ആൻഡ് വൈ അല്ലേ. അപ്പോൾ എന്താണ് 44 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓട്ടോസോംസ് ആണ് അല്ലേ. 44 റെപ്രസെന്റ്സ് ദ ഓട്ടോസോംസ് എന്ന് വെച്ചാൽ സെക്സ് ക്രോമസോംസ് അല്ലാത്ത ബാക്കി വെജിറ്റേറ്റീവ് ക്രോമസോംസിനെയാണ് നമ്മൾ എന്ത് പറയാ, ഓട്ടോസോംസ് എന്ന് പറയാ. ആൻഡ് XX റെപ്രസെന്റ്സ് ദ സെക്സ് ക്രോമസോംസ്. നമ്മൾ അങ്ങനെയാണ് എഴുതുക അല്ലേ. ടോട്ടൽ 46 ആണ് ഉണ്ടാവുക അല്ലേ.
ടോട്ടൽ 46 ക്രോമസോംസ് ആണ് ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ ഒരു സെല്ലിൽ ഉണ്ടാവുക, നോർമൽ സെല്ലിൽ ഉണ്ടാവുക. അത് നമ്മൾ എങ്ങനെ എഴുതുക? 44 ഓട്ടോസോംസ് പ്ലസ് XX അല്ലെങ്കിൽ പ്ലസ് XY അല്ലെ, 44 പ്ലസ് XX അല്ലെങ്കിൽ 44 പ്ലസ് XY, ആ രൂപത്തിലാണ് നമ്മൾ എഴുതുക. ഈ XX എന്ന് പറയുന്നതും XY എന്ന് പറയുന്നതും സെക്സ് ക്രോമസോംസ് ആയിരിക്കും. അതാണ് ഒരു പേഴ്സന്റെ സെക്സ് ഡിറ്റർമിൻ ചെയ്യുന്നത്, റൈറ്റ്? അപ്പം എന്താണ് അത്? സെക്സ് ക്രോമസോംസ് ആണ്. XX റെപ്രസെന്റ് സെക്സ് ക്രോമസോം. ഇനി ഇയാൾ ആണോ പെണ്ണോ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുക? ഫീമെയിൽ ആണ് അല്ലെ. XX ആണെങ്കിൽ ഫീമെയിൽ ആണ്, XY ആണെങ്കിൽ മെയിൽ ആണ് അല്ലെ. XX ആണെങ്കിൽ ഫീമെയിൽ ആണ്, XY ആണെങ്കിൽ മെയിൽ ആണ്. ബിക്കോസ് ഓഫ് പ്രസൻസ് ഓഫ് XX, 2X chromosomes indicate a female genetic makeup. In contrast, XY would indicate a male. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എന്നാലും ആ രൂപത്തിൽ തന്നെ നമുക്ക് ആൻസർ ചെയ്താൻ പറ്റുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താം. ഇനി give the reason. Y chromosomes are responsible for the development of male embryo. അത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതിന്റെ റീസൺ നമുക്ക് എഴുതാൻ പറ്റുന്നുണ്ടോ? Y ആണ് മെയിൽ എംബ്രിയോന്റെ ഡെവലപ്മെന്റിന്റെ റീസൺ. ഉറപ്പാണോ? ഉറപ്പാണ്. അതിന്റെ റീസൺ എന്താ? നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു കോളം ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓർമ്മ വരുന്നുണ്ടോ നോക്കാം. പിന്നെന്താ പറയുക, ഒരു സ്ക്വയറിൽ അത് കൊടുത്തിട്ടുണ്ട്. ഇനി when tall plants with red flowers and are crossed with short plants with white flowers, in the second generation some plants may be tall with white flowers. അതായത് ടോളും റെഡും ക്രോസ് ചെയ്യുന്നത് ഷോർട്ടും വൈറ്റും ആയിട്ടാണ്. പക്ഷേ സെക്കൻഡ് ജനറേഷനിൽ നോക്കുമ്പോൾ ടോളും വൈറ്റും കിട്ടുന്നുണ്ട്. എന്ന് വെച്ചാൽ അത് അവിടെ ഏത് മെന്റലിന്റെ ഏത് കാര്യമാണ് നമുക്ക് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക? ഏത് ലോ ആണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക? ഒന്ന് ആലോചിച്ച് നോക്കുക. ആൻസർ എന്താ? ഒന്നാമത്തത് Y ക്രോമസോം എന്തുകൊണ്ടാണ് നമ്മൾ അവിടെ സെക്സ് ക്രോമസോം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തത്. ഞാൻ ഈ വീഡിയോയിൽ പല ടെക്സ്റ്റ് ബുക്കിന്റെ ഭാഗങ്ങൾ തന്നെ അതേപോലെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആ ഭാഗത്തേക്കാണ് പോകേണ്ടത്. ഓക്കെ, നമ്മളിങ്ങനെ കുറേ കാര്യങ്ങൾ വിശദീകരിക്കുക എന്നുള്ളതിനപ്പുറത്ത് നിങ്ങൾ ആ ഭാഗം എടുത്ത് ഒന്ന് വായിച്ചോക്കെ തന്നെ വേണം, എന്നാലേ നമുക്കത് ഓർമ്മ വരുള്ളൂ അല്ലേ. പിന്നെയും നമുക്കത് മറന്നു പോകുമ്പോൾ we should revisit that part of the text, right? ഓക്കെ, എന്താണ് XX ആ ക്രോമസോം ഒക്കെ പറഞ്ഞു. ഇവിടെ നമ്മൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എന്തുകൊണ്ടാണ് Y ക്രോമസോം മെയിൽനെസ്സിലേക്ക് പോകുന്നത് എന്നുള്ളത്. ദ Y ക്രോമസോം ഈസ് കമ്പാരിറ്റീവ്ലി സ്മോളർ ദാൻ ദ X ക്രോമസോം. Y ക്രോമസോമിന്റെ ഒരു പ്രത്യേകത പറയാണ്, അത് കമ്പാരിറ്റീവ്ലി സൈസ് സ്മോളർ ആണ്. അതുകൊണ്ടല്ല കേട്ടോ മെയിലാകുന്നത്. എന്തുകൊണ്ടാണ്? Y ക്രോമസോമിലുള്ള ഒരു ജീൻ ഉണ്ട്, SRY ജീൻ. ദ SRY ജീൻ ഓൺ ദ Y ക്രോമസോം, the SRY gene on the Y chromosome is responsible for the development of testis in the embryo. അതായത് മെയിൽ എംബ്രിയോ ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ ഈ Y ക്രോമസോമിനെ സഹായിക്കുന്നത് എന്താണ്? ദ SRY ജീനിന്റെ Y ക്രോമസോമാണ്. SRY ജീൻ മനസ്സിലായോ? അപ്പൊ ആ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യുക? കൃത്യമായി ഈ XRY ജീൻ ആക്ടിവേറ്റ് ആയാലാണ് മെയിൽനെസ് വരിക. മനസ്സിലായോ? അപ്പം ആ ഒരു കാര്യം നമ്മൾ ടെക്സ്റ്റ് ബുക്ക് കൊടുത്ത കാര്യമാണ്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ അത് ആ കൃത്യമായി അങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താം. പിന്നെ നേരത്തെ പറഞ്ഞ ടോൾ റെഡ് ക്രോസ്ഡ് വിത്ത് ഷോർട്ട് വൈറ്റ്, എന്നിട്ട് ടോൾ വൈറ്റ് കിട്ടിയത് എന്തുകൊണ്ടും ചോദിച്ചാൽ ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് ഓഫ് ജീൻസ് അല്ലെ, ജീൻസിന്റെ ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് അല്ലെ. വെൻ 2 or more different traits are combined, each trait is inherited independently. അതായത് രണ്ടെണ്ണമുള്ള, അതായത് എന്താ പറയാ, ഡൈഹൈബ്രിഡ് ക്രോസ് ആണ് ഇവിടെ നടക്കുന്നത്. അതിലെ ഡൈഹൈബ്രിഡ് ക്രോസിൽ ടോളും റെഡും ആണ് ആദ്യം ഉള്ളത്. പക്ഷെ ടോൾ എപ്പോഴും റെഡിന്റെ കൂടെ തന്നെ ആയിക്കൊള്ളുന്നില്ല, ഷോർട്ട് എപ്പോഴും വൈറ്റിന്റെ കൂടെ തന്നെ ആയിക്കൊള്ളുന്നില്ല. ടോളും വൈറ്റും ആവാം, അതേപോലെ തന്നെ ഷോർട്ടും റെഡും ആവാം. ഇങ്ങനെ ഏത് തരത്തിലും കോമ്പിനേഷൻ പോസിബിൾ ആണ്. ബിക്കോസ് tall is inherited independently, അതുപോലെ തന്നെ red is inherited independently, അതുപോലെ തന്നെ short is inherited independently, the same as that white is inherited independently to the next generation without mixing each other. A pair of alleles in an organism does not influence the separation of other pair of alleles അല്ലേ. അപ്പോൾ ആ ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആ ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് എന്നുള്ള ആ ഒരു ലോ നമുക്ക് എഴുതാൻ കിട്ടിയിട്ടുണ്ടോ നോക്കുക. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് മനസ്സിലാക്കണം. കാരണം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരും. ആ എക്സ്പ്ലനേഷൻ ഏത് ലോ വെച്ചിട്ടാണ്, ഡോമിനൻസിനെ കുറിച്ച് ഇതേപോലെ ചോദ്യം വരാം അല്ലേ. ആ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? അത് ആ കൺസെപ്റ്റ് മനസ്സിലായാലേ അത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The topic of the seminar is genetics, the blueprint of life. അങ്ങനെ ഒരു സെമിനാർ ഒക്കെ തന്നിട്ടുണ്ട്. Slides are given below. Give a short explanation for each of these.
ഹെറിഡിറ്റി ആൻഡ് വേരിയേഷൻ എന്ന് പറഞ്ഞൊരു സ്ലൈഡ് ഉണ്ട്, ജീൻ ആൻഡ് അലീൽ എന്ന് പറഞ്ഞൊരു സ്ലൈഡ് ഉണ്ട്, ഫീനോടൈപ്പ് ആൻഡ് ജീനോടൈപ്പ് എന്ന് പറഞ്ഞിട്ട് സ്ലൈഡ് ഉണ്ട്. ഈ സ്ലൈഡിന് ഓരോന്നിനും ഒരു പാരഗ്രാഫ് എങ്കിലും നമുക്ക് എഴുതാൻ പറ്റുന്നുണ്ടോ നോക്കാം. ഓരോന്നും ഹെറിഡിറ്റി വേരിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ജീൻ ആൻഡ് അലീൽ എന്ന് പറഞ്ഞാൽ എന്താ, ഫീനോടൈപ്പ് ആൻഡ് ജീനോടൈപ്പ് എന്താ ഓരോ നമുക്ക് ജസ്റ്റ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് നോക്കാം. ഹെറിഡിറ്റി ആൻഡ് വേരിയേഷൻ. ഹെറിഡിറ്റി എന്ന് പറഞ്ഞാൽ ഹെറിഡിറ്റി ഈസ് ഹൗ പാരന്റ്സ് പാസ് ട്രേറ്റ് ടു ദെയർ ചിൽഡ്രൻ അല്ലെ. പാരൻസിൽ നിന്നും ഹെറിഡിറ്റി അല്ലെ, പാരൻസിൽ നിന്നും എങ്ങനെ പിന്നെ കുട്ടികളിലേക്ക് ഈ ട്രേറ്റ്സ് പാസ് ചെയ്യുന്നു, ഹൗ എന്ന് വിശദീകരിക്കുന്ന ഭാഗമാണ് ഹെറിഡിറ്റി എന്ന് പറയുന്നത്. വേരിയേഷൻ എന്താ, വേരിയേഷൻ എന്ന പേര് തന്നെ ഉണ്ട് അല്ലേ, വേരിയേഷൻ ഒരു ചെറിയൊരു വേരിയേഷൻ ഉണ്ട് എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. വേരിയേഷൻ മീൻസ് ഡിഫറൻസസ് ഇൻ ട്രേറ്റ്സ് അമംഗ് ഇൻഡിവിജ്വൽസ് വിച്ച് മേക്സ് ഈച്ച് പേഴ്സൺ യൂണീക്ക് അല്ലേ. ആ ഡിഫറൻസസിനെയാണ് വേരിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ജീൻ ആൻഡ് അലീൽ. ജീൻ എന്ന് പറയുന്നത് എന്താ, എ സെഗ്മെന്റ് ഓഫ് DNA ദാറ്റ് കൺട്രോൾസ് എ ട്രേറ്റ് അല്ലേ. ഒരു DNA നമ്മൾ എടുക്കുകയാണ്, അതിൽ ഒരുപാട് പിന്നെ ഭാഗങ്ങൾ ഉണ്ടാവും. അതിന്റെ ഇന്ന ഭാഗം, ഈ ഭാഗം മുതൽ ഈ ഭാഗം വരെ ഇറ്റ് കൺട്രോൾസ് ഹൈറ്റ് എന്ന് നമ്മൾ പറയണമെന്ന് വിചാരിക്കുക. അതായത് ആ ഹൈറ്റ് ഡിറ്റർമിൻ ചെയ്യേണ്ട പ്രോട്ടീൻ കോഡ് ചെയ്യുന്ന ഭാഗമാണ് ഇന്ന ഭാഗം മുതൽ ഇന്ന ഭാഗം വരെ എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മളൊരു ജീൻ എന്ന് പറയാം. എ പാർട്ട് ഓഫ് എ സെഗ്മെന്റ് ഓഫ് DNA ദാറ്റ് കൺട്രോൾസ് എ ട്രേറ്റ്. ഇനി അലീൽ എന്ന് പറഞ്ഞാൽ എന്താ, അലീൽ ഈസ് എ ഡിഫറെന്റ് ഫോം ഓഫ് സെയിം ജീൻ ലൈക്ക് ബ്ലൂ ഓർ ബ്രൗൺ ഐ കളർ അല്ലേ. ഒരു ജീനിന് തന്നെ രണ്ടെണ്ണം ഉണ്ടാവും അല്ലേ, രണ്ട് പാർട്ട് ഉണ്ടാവും പറഞ്ഞു, രണ്ട് കൗണ്ടർ പാർട്സ് ഉണ്ടാവും പറഞ്ഞു. അതിനെയാണ് നമ്മൾ അലീൽസ് എന്ന് പറയാം. റൈറ്റ്. അപ്പം ടി എന്ന് പറയുമ്പോൾ ടി ഒരു അലീലാണ്, അതിൻ്റെ തന്നെ ക്യാപിറ്റൽ ടി സ്മോൾ ടി അല്ലേ. അങ്ങനെ എല്ലാത്തിനും രണ്ട് അലീലുകൾ ഉണ്ടാവും നമ്മൾ പറഞ്ഞു. ഇനി ഫീനോടൈപ്പ് ആൻഡ് ജീനോടൈപ്പ്. എന്താ ഫീനോടൈപ്പ്, ജീനോടൈപ്പ് പേര് തന്നെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ജീനോടൈപ്പ് അല്ലെ, ജനറ്റിക് മേക്കപ്പ്. ജീനോടൈപ്പ് ഈസ് ദ ജനറ്റിക് മേക്കപ്പ് ഓർ കോമ്പിനേഷൻ ഓഫ് അലീൽസ് ഇൻ എൻ ഓർഗാനിസം ഹാസ് അല്ലെ. ജനറ്റിക് മേക്കപ്പ് ആണ് ജീനോടൈപ്പ്. ഫീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ അല്ലെ, ഫിസിക്കൽ അപ്പിയറൻസ് ഓർ ട്രേറ്റ്സ് ജോൺ ബിക്കോസ് ഓഫ് ദ ജീനോടൈപ്പ്. ജീനോടൈപ്പ് കാരണം എന്താണ്, പുറത്തു വരുന്ന ട്രേറ്റ് അല്ലെങ്കിൽ ആ ഒരു പുറത്തു വരുന്ന അപ്പിയറൻസ് നമുക്ക് കാണാൻ പറ്റുന്നത്, ഫിസിക്കലി നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഫീനോടൈപ്പ്. നമുക്ക് ജെനറ്റിക്സ് അറിയെങ്കിൽ മാത്രം, ഉള്ളിൽ പോയി നോക്കിയാൽ മാത്രം കാണാൻ പറ്റുന്നതാണ് ജീനോടൈപ്പ്. മനസ്സിലായോ? അതായത് ഒരു ടോൾ പ്ലാന്റിനെ നമ്മൾ കാണുന്നു, ടോൾ പ്ലാന്റിനെ നമ്മൾ കാണുമ്പോൾ പുറത്ത് നമ്മളിങ്ങനെ ടോൾ ആയ ഒരു പ്ലാന്റ് മാത്രമേ കാണുള്ളൂ, ദാറ്റ് ഈസ് ദ ഫീനോടൈപ്പ്. പക്ഷേ നമ്മൾ അതിൻ്റെ ജെനറ്റിക് മേക്കപ്പ് നോക്കുമ്പോഴാണ് ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ്, അല്ലെങ്കിൽ ക്യാപിറ്റൽ ടി ആണ് എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് അതിന് ജെനറ്റിക്സ് നോക്കുമ്പോൾ മാത്രം. അതിനാണ് നമ്മൾ ജീനോടൈപ്പ് എന്ന് പറയാം. മനസ്സിലായോ? ഓക്കെ. ഇനി അടുത്ത ചോദ്യം, ഒബ്സർവ് ദ ഇല്ലുസ്ട്രേഷൻ ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. എന്താണ്? പാരന്റൽ പ്ലാന്റ്സ് റൗണ്ട് സീഡ് ആണ്, ക്യാപിറ്റൽ ആർ ആണ്, റിങ്കിൾഡ് സീഡ് ആണ്, സ്മോൾ ആർ ആണ്. അത് പിന്നെ അതിന്റെ ഗാമേറ്റ്സ് ഉണ്ടാവുമ്പോൾ എന്തായിരിക്കും, ഇതിന്റെ നേരെ പകുതി അല്ലേ. ക്യാപിറ്റൽ ആർ ക്രോസ്ഡ് വിത്ത് എന്താണ്, അതാണ് ഓരോന്ന് നമുക്ക് അപ്പപ്പോൾ തന്നെ ചെയ്തു പോകാം. ക്യാപിറ്റൽ ആർ ക്രോസ്ഡ് വിത്ത് എന്തായിരിക്കും, സ്മോൾ ആർ അല്ലേ, സ്മോൾ ആർ ആയിരിക്കും. ഓക്കെ, സ്വാഭാവികമായിട്ടും. ഇനി അത് ക്രോസ് ചെയ്താൽ എന്താ കിട്ടുക, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ അല്ലേ, റൗണ്ട് സീഡ് തന്നെ ആയിരിക്കും ഒബ്വിയസ്ലി. ഇനി ഇതിന്റെ ഗാമേറ്റുകൾ എന്തായിരിക്കും, ഇതിനെ സെൽഫ് ക്രോസ് ചെയ്യാണ് കേട്ടോ. സെൽഫ് ക്രോസ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ആർ സ്മോൾ ആറും ക്യാപിറ്റൽ ആർ സ്മോൾ ആറും ആയിരിക്കും അതിന്റെ ജീനോടൈപ്പ്. അതിന്റെ ഗാമേറ്റുകൾ എന്തായിരിക്കും, ഒരു ഗാമേറ്റ് ക്യാപിറ്റൽ ആർ ആയിരിക്കും, രണ്ടാമത്തെ ഗാമേറ്റ് സ്മോൾ ആർ ആയിരിക്കും. സെയിം ആസ് അല്ലേ എബോ, അതായത് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ സെയിം ഗാമേറ്റുകളായിരിക്കും. ഇതിനെ തമ്മിലാണ് ക്രോസ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തേത് നമുക്ക് നോക്കാം, ക്യാപിറ്റൽ ആർ ക്രോസ്ഡ് വിത്ത് ക്യാപിറ്റൽ ആർ ക്രോസ്ഡ് വിത്ത് സ്മോൾ ആർ, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ഇനി സ്മോൾ ആർ ക്രോസ്ഡ് വിത്ത് ക്യാപിറ്റൽ ആർ, അപ്പൊ എന്തായിരിക്കും ഇവിടെ നമ്മൾ എഴുതാം ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ഇനി സ്മോൾ ആർ ക്രോസ്ഡ് വിത്ത് സ്മോൾ ആർ റിങ്കിൾഡ് സീഡ്. ക്ലിയർ അല്ലേ? അപ്പൊ ഇതാണ് അതിന്റെ മൊത്തത്തിൽ നമ്മൾ ക്രോസ് ചെയ്താണെങ്കിൽ സിമ്പിൾ ആയ കാര്യമാണ്. നമ്മളൊന്ന് എക്സാമിന്റെ ക്വസ്റ്റ്യൻ വന്നത് നിലക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, അത് എഴുതുന്നു എന്ന് മാത്രം കേട്ടോ. അപ്പൊ എനിവേ ബാക്കി ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് നോക്കാം. വിച്ച് ഈസ് എ ഡോമിനന്റ് ക്യാരക്ടർ, എന്തായിരിക്കും, ഒബ്വിയസ്ലി റൗണ്ട് ആണ് അല്ലേ. വൈ ഡസ് ദ റെസസീവ് ട്രേറ്റ് ഇൻ ഫസ്റ്റ് ജനറേഷൻ അപ്പിയർ ഇൻ ദ സെക്കൻഡ് ജനറേഷൻ? എന്തുകൊണ്ടാണ്? ഡ്യൂറിംഗ് ഗാമേറ്റ് ഫോർമേഷൻ ഫാക്ടേഴ്സ് ദാറ്റ് ഡിറ്റർമിൻ എ പെർട്ടിക്കുലർ ക്യാരക്ടർ സെഗ്രിഗേറ്റ് വിത്തൗട്ട് ഗെറ്റിംഗ് മിക്സ്ഡ്. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, സെക്കൻഡ് ജനറേഷനിലൊക്കെ അത് വരുന്നത് അല്ലേ. അത് നമ്മൾ ഫസ്റ്റ് മെന്റലിലെ ക്രോസ് പറയുമ്പോഴൊക്കെ നമ്മൾ പറയുന്ന കാര്യമാണ്. സെയിം കാര്യം തന്നെ നമ്മൾ നമ്മളുടേതായ ഭാഷയിൽ എഴുതിയാൽ മതി. ഓക്കെ. ഇവാലുവേറ്റ് ദ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ദ റീസൺ and choose the correct answer. സ്റ്റേറ്റ്മെന്റും റീസണും ഒന്ന് വായിച്ചു നോക്കുക, എന്നിട്ട് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാന്ന് നോക്കുക. ഓക്കെ.
ദ റോൺ കോട്ട് സീൻ ഇൻ സം കാറ്റിൽ അല്ലേ, റോൺ കോട്ട് അപ്പിയറൻസ് നമുക്ക് കാണാൻ സാധിക്കും ചില കാറ്റിൽ ഹോസിലൊക്കെ. സം കാറ്റിൽ ആൻഡ് ഹോസസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് കോഡോമിനൻസ്. കോഡോമിനൻസ് അല്ലേ റോൺ കോട്ട്, കാരണം കോഡോമിനൻസിനുള്ള എക്സാമ്പിൾ ആണ് റോൺ കോട്ട് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് കറക്റ്റ് ആൻസർ. ദ അലീൽ ഫോർ ദ ഡോമിനന്റ് ട്രേറ്റ് കനോട്ട് കംപ്ലീറ്റ്ലി മാസ് ദ അലീൽ ഫോർ ദ റെസസീവ് ട്രേറ്റ്. അതാണോ കാരണം? ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണ് ഇവിടെ പറഞ്ഞത് അല്ലേ. ഒരു ഡോമിനന്റ് ട്രേറ്റിന് കംപ്ലീറ്റ്ലി റെസസീവ് ട്രേറ്റിനെ മാസ്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണ്. ബട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ള, ഇവിടെ റീസൺ കൊടുക്കേണ്ടതിന് ഒരു കോഡോമിനൻസിൻ്റെതാണ് അല്ലേ. അപ്പോൾ കോഡോമിനൻസിനുള്ള റീസൺ അല്ല ഇവിടെ പറഞ്ഞിട്ടുള്ളത് അല്ലേ. യെസ്, അപ്പോൾ എന്താണ് പിന്നെ ഈ പറഞ്ഞ റീസൺ ഒരിക്കലും കറക്റ്റ് അല്ല. സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ ബട്ട് റീസൺ ഈസ് ഇൻകറക്റ്റ്. കോഡോമിനൻസ് എന്ന് പറഞ്ഞാൽ രണ്ടും ഒരേപോലെ എക്സ്പ്രസ് ചെയ്യുന്നു എന്നുള്ളതാണ് അവിടെ സംഭവിക്കുക. ഇനി analyze the statement and answer the questions. Statement 1, in humans different blood group like A, B and O are seen. അത് ശരിയാണ് അല്ലേ. സ്റ്റേറ്റ്മെന്റ് 1 ശരിയാണ്. പിന്നെ ശരിയാണോ എന്നല്ല ചോദിച്ചിട്ടുണ്ടാവുക, നമുക്ക് നോക്കാം. സ്റ്റേറ്റ്മെന്റ് 2, ദ ഡിഫറൻസ് ഇൻ ഹ്യൂമൻ സ്കിൻ കളർ ഈസ് നോട്ട് ഡ്യൂ ടു റേസ് ബട്ട് ഡ്യൂ ടു ജെനറ്റിക്സ്. സ്കിൻ കളറിൽ ഉള്ള ഡിഫറൻസ് അതെന്താണ്, ഒരു റേസിലായതുകൊണ്ട് എന്നുള്ള ആൾക്കല്ല, അത് ജെനറ്റിക്സ് കൊണ്ടാണ്. അതും ശരിയാണ് അല്ലേ. യെസ്, നോക്കാം. ഐഡന്റിഫൈ ദ ജെനറ്റിക് ഫിനോമിന റിലേറ്റഡ് ടു ദ ഗിവൻ സ്റ്റേറ്റ്മെന്റ്. ഓരോന്നിന്റെയും ജെനറ്റിക് ഫിനോമിന എന്താണെന്നാണ് ചോദ്യം. എന്താണ് നമുക്ക് അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ദീസ് ഫിനോമിന ഇൻ കണക്ഷൻ വിത്ത് ദ അബോവ് സ്റ്റേറ്റ്മെന്റ്. നമുക്ക് നോക്കാം അല്ലെ. ഹ്യൂമൻസ് ഈ ബ്ലഡ് ഗ്രൂപ്പിൽ ഉള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ബാക്കിയുള്ളതൊക്കെ നമ്മൾ പൊതുവെ മെൻഡീലിയൻ ആയിട്ടുള്ള ക്രോസുകളിലൊക്കെ പഠിക്കുന്നത് 2 അലീൽസ് ആണ് നമ്മൾ പറയാം അല്ലെ. ഒന്നുകിൽ ക്യാപിറ്റൽ ടി അല്ലെങ്കിൽ സ്മോൾ ടി, അല്ലെങ്കിൽ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. അങ്ങനെ 2 അലീലുകൾ, ഒരു ട്രേറ്റിനെ ഡിറ്റർമിൻ ചെയ്യാൻ 2 അലീലുകൾ, ആ രൂപത്തിലാണ് നമ്മൾ പൊതുവെ പറയാറുള്ളത്. പക്ഷെ ചിലതിന് എന്തുണ്ട്, ഒന്നിൽ കൂടുതൽ. ഇപ്പൊ എ ബി ഒക്ക് ഒന്നിൽ കൂടുതൽ അലീലുകളുണ്ട്. അതുകൊണ്ടാണല്ലോ എയും ബിയും ഓയും ഒക്കെ ആവുന്നത് അല്ലേ. അപ്പൊ എ ബി ഒ ബ്ലഡ് ഗ്രൂപ്പിലുള്ള അത്തരത്തിലുള്ള കാര്യത്തിനാണ് നമ്മൾ മൾട്ടിപ്പിൾ അലീലിസം എന്ന് പറയാം. മൾട്ടിപ്പിൾ അലീലിസം അല്ലേ. അപ്പോൾ ഇറ്റ് ഈസ് മൾട്ടിപ്പിൾ അലീലിസം. ആൻഡ് പിന്നെ സ്കിൻ കളർ ഭയങ്കര വ്യത്യാസപ്പെടുന്നുണ്ട് അല്ലേ. ഇപ്പൊ വെറും വൈറ്റ്, ബ്ലാക്ക് അങ്ങനെയാണോ ഉള്ളത് അല്ലെ. ഒരുപാട് തരത്തിലുള്ള സ്കിൻ കളർ ഉണ്ട്. അപ്പൊ അതെന്താണ്, പോളിജനിക് ഇൻഹെറിറ്റൻസ് ആണ്. എന്താ ഈ പോളിജനിക് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ? മൾട്ടിപ്പിൾ അലീലിസം നമ്മൾ പറഞ്ഞു, ഈ പറഞ്ഞ പോലെ ഇറ്റ് ഈസ് എൻ ഇൻഹെറിറ്റൻസ് പാറ്റേൺ കൺട്രോൾഡ് ബൈ എ ജീൻ ആൻഡ് ഹാസ് മോർ ദാൻ 2 allele in a population. However, an individual can inherit only 2 of these allele. അത് പ്രത്യേകം മനസ്സിലാക്കണം. പിന്നെ IA, IB, I ഇങ്ങനെ 3 അലീലുകളാണ് ഈ പറഞ്ഞ പിന്നെ ബ്ലഡ് ഗ്രൂപ്പ് ABO ബ്ലഡ് ഗ്രൂപ്പിന് ഉള്ള 3 അലീലുകൾ ഇങ്ങനെയാണ് എന്ന് വെച്ചിട്ട് ഈ 3ഉം ഒരാളിൽ ഉണ്ടാവില്ല. ഒരാളിൽ ചിലപ്പം IA ആയിരിക്കും, അല്ലെങ്കിൽ IB ആയിരിക്കും, അല്ലെങ്കിൽ IA സ്മോൾ ഐ ആയിരിക്കും. അങ്ങനെയുള്ള ഏതെങ്കിലും 2 ഒരാളിൽ ഉണ്ടാവുള്ളൂ. പക്ഷെ ടോട്ടൽ ആ പോപ്പുലേഷനിൽ 3 അലീലുകൾ ഉണ്ടാവും. അതിനാണ് മൾട്ടിപ്പിൾ അലീലിസം എന്ന് പറയുന്നത് അല്ലേ. ABA ബ്ലഡ് ഗ്രൂപ്പ് അതിനുള്ള നല്ലൊരു എക്സാമ്പിൾ ആണ്. പോളിജനിക് ഇൻഹെറിറ്റൻസ്, നമ്മൾ സ്കിൻ കളർ ഒക്കെ പറഞ്ഞത് അല്ലേ. പോളിജനിക് ഇൻഹെറിറ്റൻസ് ഇസ് എ പാറ്റേൺ വേർ മൾട്ടിപ്പിൾ ജീൻസ് വർക്ക് ടുഗദർ ടു ഇൻഫ്ലുവൻസ് എ സിംഗിൾ ട്രേറ്റ്. അതായത് മൾട്ടിപ്പിൾ ജീൻസും വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ഡൈവേഴ്സിറ്റി ഒക്കെ നമ്മൾ കാണുന്നത് അല്ലേ. അപ്പൊ മൾട്ടിപ്പിൾ ജീൻസ് ഒരു ട്രേറ്റ്, അതായത് സ്കിൻ കളർ എന്ന് പറയുന്ന ഒരു ട്രേറ്റിന് മൾട്ടിപ്പിൾ ജീൻസ് വർക്ക് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് പോളിജനിക്. പോളി മീൻസ് ഒരുപാട്, ജെനിക് മീൻസ് ജെനറ്റിക് അല്ലെങ്കിൽ ജീൻസ് അല്ലെ. അപ്പൊ പോളിജനിക് ആ പേരിൽ തന്നെ ഉണ്ട്. ദീസ് ട്രേറ്റ്സ് യൂഷ്വലി ഷോ എ വൈഡ് റേഞ്ച് ഓഫ് വേരിയേഷൻ ബിക്കോസ് ദേ ആർ കൺട്രോൾഡ് ബൈ മെനി ജീൻസ്. കാരണം ഒരുപാട് ജീനുകൾ ഉണ്ട്. അതുകൊണ്ടാണ് സ്കിൻ കളർ വളരെ വലിയ വേരിയേഷൻസ് കാണിക്കുന്നത് എന്നുള്ളതാണ്. ഈച്ച് ഹാവിങ് എ സ്മോൾ അഡിറ്റീവ് എഫക്ട് അല്ലേ. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ അത് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കും കൂടി ചെയ്യാം. നെക്സ്റ്റ് വൺ, ഒബ്സർവ് ദ ഇല്ലുസ്ട്രേഷൻ ഓഫ് എ ക്രോമസോം ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ക്രോമസോമിന്റെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ആൻസർ ദ ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ പാർട്ട് ലേബൽ P and Q. P എന്താണ്, Q എന്താണ്? How is the structure shown in the diagram formed by the combination of DNA and protein? നമുക്ക് ആദ്യം നോക്കാം. പിയും Q എന്താണ്? Q എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ആ സെന്ററിലുള്ള സെൻട്രോസോം ആണ് അല്ലേ. അതേപോലെ തന്നെ P എന്ന് പറയുന്ന ക്രോമാറ്റിഡുകളാണ് അല്ലെ, ക്രോമാറ്റിഡ്സ് ആണ്. ഇനി ഹൗ ഈസ് ദ ക്രോമാറ്റിഡ് ആൻഡ് സെൻട്രോസോം ആണ്. ഹൗ ഈസ് ദ സ്ട്രക്ചർ ഷോൺ ഇൻ ദ ഡയഗ്രാം ഫോംഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് DNA ആൻഡ് പ്രോട്ടീൻ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ, എങ്ങനെയാണ് DNA ആൻഡ് പ്രോട്ടീൻ ആ ക്രോമസോംസ് ഫോം ചെയ്യുന്നത്. DNA ആ പ്രോട്ടീൻ ഏതാണ്? ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ആണ്. DNA ആൻഡ് ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ആർ ദ primary components of a chromosome. 8 histone proteins join together form a histone octamer form ചെയ്യും.
DNA strand wind around the octamer to form a structure called nucleosome. അല്ലേ, ഒരു പിന്നെ 8 ഹിസ്റ്റോൺ പ്രോട്ടീൻ ജോയിൻ ചെയ്ത് അതിന് ചുറ്റും എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ പിന്നെ DNA റാപ്പ് ചെയ്യുന്നു. എന്നിട്ട് അങ്ങനെ 8 കൂടിയ ആ ഒരു ഒക്ടാമറിനാണ് നമ്മൾ എന്ത് പറയുക, ഒക്ടാമറിന് ചുറ്റുമുള്ള ആ ഒരു DNA സ്ട്രാൻഡ്സും കൂടി ആകുമ്പോഴാണ് അതിന് ന്യൂക്ലിയോസോം എന്ന് പറയുന്നത്. ദ ക്രോമസോംസ് ആർ ഫോംഡ് ബൈ പാക്കിംഗ് ആൻഡ് കോയിലിംഗ് ന്യൂമറസ് ന്യൂക്ലിയോസോം. ഇങ്ങനെയുള്ള ഒരുപാട് ന്യൂക്ലിയോസോമുകൾ പാക്ക് ചെയ്ത് കോയിൽ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ക്രോമസോംസ് ഫോം ചെയ്യുന്നത്. ആൻഡ് റീകോയിലിംഗ് ദ ചെയിൻ ഓഫ് ദ ന്യൂക്ലിയോസോം. ഈ പറഞ്ഞ ഈ രൂപത്തിൽ ഇതൊരു ന്യൂക്ലിയോസോം ആണ്. ഇങ്ങനെയുള്ള അടുത്ത ന്യൂക്ലിയോസോം അങ്ങനെയുള്ള ഒരുപാട് എണ്ണം കൂടിയിട്ടാണ് ഈ ക്രോമസോം ഉണ്ടാവുന്നത്. അല്ലെ, നമ്മൾ ക്ലാസ്സിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ വിശദീകരിച്ച കാര്യങ്ങൾ തന്നെയാണ്. നമ്മളതൊന്ന് മനസ്സിലാക്കി വെക്കുക. ആ ഭാഗത്തിന് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അല്ലേ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഒബ്സർവ് ദ ഇല്ലസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ഇവിടെ XYZ കൊടുത്തിട്ടുണ്ട്. വാട്ട് ഡസ് ദ ഇല്ലസ്ട്രേഷൻ ഇൻഡിക്കേറ്റ്? ഇതെന്താണ് നമുക്കറിയാം. ആ ഒരു യൂണിറ്റ്, ഇറ്റ് ഈസ് എ യൂണിറ്റ് ന്യൂക്ലിയോടൈഡ്. അല്ലേ, ന്യൂക്ലിയോടൈഡ് ആണ്. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ദ മോളിക്യൂൾ ലേബൽ എക്സ് എന്താണ്, Y എന്താണ്, Z എന്താണ് നമ്മൾ നോക്കുക. അല്ലേ, ന്യൂക്ലിയോടൈഡിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ് ഇവിടെ കൊടുത്തത് ഇത് ഫോസ്ഫേറ്റ് മോളിക്യൂൾ ആണ്, ഇത് ഷുഗർ മോളിക്യൂൾ ആണ്, അതേപോലെ തന്നെ ഇതൊരു നൈട്രജൻ ബേസ് ആണ്. അല്ലേ, XYZ നമുക്ക് കിട്ടി. ഓരോന്നിൻ്റെയും ഫംഗ്ഷൻ അല്ലേ, ഇപ്പോൾ എക്സിൻ്റെതാണ് ആദ്യം ചോദിച്ചത്. ഫോസ്ഫേറ്റിൻ്റെ ഫംഗ്ഷൻ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ബോണ്ട്സ് ദാറ്റ് ലിങ്ക് ന്യൂക്ലിയോടൈഡ്സ് ടുഗദർ. ന്യൂക്ലിയോടൈഡ്സിനെ പരസ്പരം ബോണ്ട് ചെയ്യുന്ന ആ ഒരു പിന്നെ ഫോർമേഷൻ ഓഫ് ബോണ്ട്സിലാണ് അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. പിന്നെ ഒരു ഷുഗർ മോളിക്യൂൾ എന്തായാലും ഉണ്ടാവും. അതേപോലെ തന്നെ നൈട്രജൻ ബേസ് കണ്ടെയ്നിങ് ആൽക്കലൈൻ കോമ്പൗണ്ട് ഉണ്ടാവും. അല്ലേ, അപ്പോൾ പിന്നെ ചോദിച്ചിട്ടുള്ള അടുത്ത ചോദ്യം എന്തായിരുന്നു, ഐഡന്റിഫൈ ആൻഡ് റൈറ്റ് ദ നെയിംസ് ഓഫ് എക്സ് ആൻഡ് വൈ. അത് നമ്മൾ പറഞ്ഞു. ഹൗ ഇസ് വൈ ഡിഫറെന്റ് ഇൻ DNA ആൻഡ് RNA? വൈ അല്ലേ, ഈ ഷുഗർ മോളിക്യൂള് എങ്ങനെയാണ് DNA-യിലും RNA-യിലും വ്യത്യാസമാകുന്നത്? ആ പേരിൽ തന്നെ ഉണ്ട്. DNA എന്ന് പറഞ്ഞാൽ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്, RNA എന്ന് പറഞ്ഞാൽ റൈബോ ന്യൂക്ലിക് ആസിഡ്. ദാറ്റ് ഈസ് DNA-യിലുള്ളത് ഡിയോക്സി റൈബോസ് ഷുഗറാണ്, RNA-യിലുള്ളത് റൈബോസ് ഷുഗറാണ്. ആ ഷുഗർ മോളിക്യൂളിലുള്ള ഡിഫറൻസ് ആണ് DNA-നെയും RNA-നെയും വ്യത്യാസപ്പെടുത്തുന്നത്. DNA-യിലുള്ളത് ഡിയോക്സി റൈബോസ് ഷുഗർ, RNA-യിലുള്ളത് റൈബോസ് ഷുഗർ. മനസ്സിലായോ? അപ്പോൾ അത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ കൊടുത്ത അതേ കാര്യം ഒന്നും കൂടി വായിച്ചു. RNA is another type of nucleic acid similar to DNA. They are also made up of nucleotides. Each of the nucleotide contain ribose sugar, a phosphate group and nitrogen base. The nitrogen base in RNA are adenine, guanine, uracil and cytosine. അതാണ് ഈ നൈട്രജൻ ബേസിലുള്ള ഡിഫറൻസ് ആണ് ഇനി ചോദിക്കുന്നുണ്ടെങ്കിൽ എക്സാമിന് ചിലപ്പോൾ അത് ചോദിക്കാം. അല്ലെ, DNA-യിലും RNA-യിലും ഉള്ള നൈട്രജൻ ബേസിലുള്ള ഡിഫറൻസ് എന്താണ്? അതെന്താണ്? RNA-യിലുള്ളത് ഗ്വാനിൻ, യുറാസിൽ, അഡനിൻ, ഗ്വാനിൻ, യുറാസിൽ ആൻഡ് സൈറ്റോസിൻ ആണ്. മോസ്റ്റ് ഓഫ് ദ RNA ഹാവ് സിംഗിൾ സ്ട്രാൻഡഡ്. പിന്നെ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഷുഗർ മോളിക്യൂളിലുള്ള ഡിഫറൻസ് ആണ്. RNA-യിൽ എന്താണ്? RNA-യിൽ ഈ പറഞ്ഞതുപോലെ റൈബോസ് ഷുഗർ ആണ്, DNA-യിൽ ഡിയോക്സി റൈബോസ് ഷുഗർ ആണ്. പേര് തന്നെ ഉണ്ട്. Okay, next one. Read all the diagram and label the question following. അല്ലേ, ഇതെന്താണ്? ആദ്യം എന്താ സംഭവം എന്ന് മനസ്സിലാക്കണം. അല്ലേ, എന്താണ് ഈ സാധനം? ന്യൂറോൺ അല്ലേ, നെർവ് സെല്ലാണ്. ദ പാർട്ട് ദാറ്റ് കണ്ടെയ്ൻ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് നമ്മൾ എവിടെയാണ് കാണുക? ഈ പറഞ്ഞ സിനാപ്റ്റിക് നോബിലാണ് നമുക്ക് കാണാൻ പറ്റും. അല്ലേ, ഈ ആക്സോൺ കഴിഞ്ഞ് പിന്നെ ഈ അതിൻ്റെ ആക്സനൈറ്റുകൾ ഉണ്ടായി അതിൻ്റെ ഏറ്റവും എൻഡിലുള്ള സിനാപ്റ്റിക് നോബുകളിലാണ് നമുക്ക് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് കാണാൻ പറ്റുക. ഷോർട്ട് തിൻ ഫൈബേഴ്സ് ദാറ്റ് എക്സ്റ്റെൻഡ് ഫ്രം സെൽ ബോഡിയിൽ നിന്നും എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഷോർട്ട് തിൻ ഫൈബേഴ്സിനെ നമ്മൾ ഡെൻഡ്രൈറ്റുകൾ എന്നാണ് പറയുക. അല്ലേ, ഡെൻഡ്രൈറ്റുകൾ. അപ്പോൾ അതാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തൊരു ചോദ്യം എന്താ? നെക്സ്റ്റ്, അനലൈസ് ദ ഗിവൺ പിക്ചർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. എന്താണ് ഈ പിക്ചർ? നമുക്കറിയാം ആക്സോൺ ആണിത്, അതിന് ചുറ്റുള്ള മൈലിൻ ഷീത്താണ്. അല്ലേ, നമുക്കിവിടെ ഷ്വാൻ സെൽസ് ഒക്കെ അല്ലെങ്കിൽ പിന്നെ ആ ഒരു സെല്ലിനെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അതിൻ്റെ ന്യൂക്ലിയസ് കാണാൻ പറ്റും. അതിൻ്റെ ഈ പ്ലാസ്മ മെംബ്രെയിൻ ആണ് എന്ത് ചെയ്യുന്നത്? റാപ്പ് ചെയ്യുന്നത്. അല്ലേ, അപ്പോൾ ആ ഒരു കാര്യം കണ്ടാൽ തന്നെ അതിന് ഫിഗർ കണ്ടാൽ നമുക്ക് മനസ്സിലാവണം. അതായത് എന്താ ഇപ്പോൾ അതൊരു പിന്നെ ഒരു ബന്നു മാതിരിയുള്ള സാധനം അങ്ങനെയൊന്നും വിചാരിക്കരുത്. ആ ഫിഗേഴ്സ് കണ്ടാൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ഇൻ ബയോളജി. അല്ലേ, ബയോളജിയിൽ നമുക്ക് ഫിഗേഴ്സ് കണ്ടാൽ ഐഡന്റിഫൈ ചെയ്യാൻ. കാരണം ഇതിങ്ങനെ ഒന്നും അറിയാത്ത ഒരാൾക്ക് പെട്ടെന്ന് പോയാൽ എന്താ സാധനം എന്ന് മനസ്സിലാവില്ല. അപ്പം നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ഫിഗേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം? ഓരോന്നും എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം എക്സാമിന് പോകാൻ. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ എനിവേ നമുക്ക് നോക്കാം. ഇൻ ദ പിക്ചർ വിച്ച് പാർട്ട് ഈസ് മാർക്സ് ആസ് എക്സ് അല്ലേ, മൈലിൻ ഷീത്ത് ആണ് ഇവിടെ. അതായത് ഇത് ആക്സോൺ ആണ്, അതിന് ചുറ്റുമുള്ള മൈലിൻ ഷീത്താണ് എക്സ് എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഹൗ ഇസ് ദിസ് പാർട്ട് ഡിഫറെൻറ്റ് ഇൻ ദ സെൻട്രൽ നെർവ് സിസ്റ്റം ആൻഡ് ദ പെരിഫറൽ നെർവ് സിസ്റ്റം? സെൻട്രൽ നെർവ് സിസ്റ്റത്തിലും പെരിഫറൽ നെർവ് സിസ്റ്റത്തിലും ഈ മൈലിൻ ഷീത്ത് ഡിഫറെൻ്റ് ആവുന്നത് എങ്ങനെയാണ്?
വളരെ സിമ്പിൾ ആണ് അല്ലെ. പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ ഷ്വാൻ സെൽസ് ആണ്, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ എന്താണ് ഒലിഗോ ഡെൻഡ്രോസൈറ്റ്സ് ആണ് അല്ലെ. ആ സെൽസ് തമ്മിലാണ് വ്യത്യാസം, ഷ്വാൻ സെൽസ് ആൻഡ് ഒലിഗോ ഡെൻഡ്രോസൈറ്റ്സ്. റൈറ്റ്. ഇനി റൈറ്റ് 3 functions ഓഫ് ദ പാർട്ട് എക്സ് എന്തൊക്കെയായിരിക്കും? ടു ഇൻക്രീസ് ദ സ്പീഡ് ഓഫ് ദ ട്രാൻസ്മിഷൻ ഓഫ് മെസ്സേജ് ബൈ ആക്ടിങ് ആസ് എൻ ഇൻസുലേറ്റർ. ഒരു ഇൻസുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യും, അങ്ങനെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കും. പ്രൊവൈഡ് നറിഷ്മെന്റ് ടു ദ ന്യൂറോൺസിന് നറിഷ്മെന്റ് കൊടുക്കും. അതേപോലെ തന്നെ പ്രൊട്ടക്ട് ആക്സൺ ഫ്രം എക്സ്റ്റേണൽ ഇഞ്ചുറീസിൽ നിന്നും ആക്സണിനെ പ്രൊട്ടക്ട് ചെയ്യും. ഇങ്ങനെയുള്ള ഒരുപാട് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ അടക്കം പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതൊക്കെ ആൻസർ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ സ്ട്രക്ചർ ഓഫ് എ സിനാപ്സ് വിച്ച് ഈസ് ഫൗണ്ട് അറ്റ് ദ ജംഗ്ഷൻ ഓഫ് 2 nerve cells. ഇതൊരു സിനാപ്സ് ആണ്, നെർവ് സെൽസിന്റെ ജംഗ്ഷനിലാണ് ഇത് കാണാൻ പറ്റുക. ഒബ്സർവ് ദിസ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. എന്താണ് ഇവിടെ പി എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്? എന്താണ് പി എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളത്? അതിനായിരിക്കും ചോദ്യം. വാട്ട് ഈസ് ദ പി റെപ്രസെന്റ്? ഇത് ഓരോ വെസിക്കിൾസ് ആണ് അല്ലേ, സിനാപ്റ്റിക് വെസിക്കിൾസ് ആണ്. ഈ വെസിക്കിൾസ് ഇവിടെ വന്നിട്ട് ആണ് ഇത് പൊട്ടിയിട്ടാണ് ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ഇത് വെസിക്കിൾസ് ആണ്. വാട്ട് ഈസ് ദ ജനറൽ നെയിം ഓഫ് ദ കെമിക്കൽസ് സീൻ ഹിയർ? എന്താണ് ജനറൽ നെയിം? എന്താണ് ആ സിനാപ്റ്റിക് ക്ലഫ്റ്റിലേക്ക് പോകുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്നാണ് നമ്മൾ അതിനെ പറയുക, ജനറൽ ആയിട്ട് പറയാം. അതേപോലെ തന്നെ ഹൗ ഡസ് ദിസ് പാർട്സ് കൺട്രോൾ ദ സ്പീഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് നെർവ് ഇമ്പൾസസ്? നമ്മൾ സിനാപ്സസ് ട്രാൻസ്മിറ്റഡ് ദ ഇമ്പൾസസ് ടു ഓൺലി 1 direction ആൻഡ് ഇൻക്രീസ് ദ സ്പീഡ് ഓഫ് ദ ഇമ്പൾസ്. അതെന്ത് ചെയ്യുന്നു? സ്പീഡ് കൂട്ടാൻ സഹായിക്കുന്നു. എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞ അടുത്ത ഭാഗം അത് റിസീവ് ചെയ്യുന്നു. അങ്ങനെയാണത് പോകുന്നത് അല്ലേ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാടുള്ള കാര്യമാണ്. സിനാപ്റ്റിക് ജംഗ്ഷൻ, സിനാപ്റ്റിക് നോബ്, സിനാപ്റ്റിക് വെസിക്കിൾസ്, ക്ലഫ്റ്റ്, അതുപോലെ തന്നെ പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ, ഈ കാര്യങ്ങളൊക്കെ ടെക്സ്റ്റ് ബുക്കിലുള്ളത് നന്നായിട്ടൊന്ന് നോക്കുക. ഇതാ ഇങ്ങനെയാണ് അല്ലേ. ഈ ജംഗ്ഷനാണ് നമ്മൾ ഇവിടേക്ക് വലുതായിട്ട് വരച്ചിട്ടുള്ളത് അല്ലേ. Yes. Complete the illustration appropriately. Brain stem, medulla oblongata കൊടുത്തിട്ട് ബ്രെയിൻ സ്റ്റെമ്മിൽ മെഡുല്ല ഒബ്ലോങ്കേറ്റ കൂടാതെ വേറെ 2 ആൾക്കാരുണ്ട് അല്ലേ. അത് ആരൊക്കെയാണ്? 1 മൂവ്മെന്റ് ഓഫ് ദ ഐ ആൻഡ് ഐബ്രോസ് ആണ് അതിന്റെ കൺട്രോൾ ചെയ്യാൻ അതിന്റെ ഫംഗ്ഷൻ. 2 ഏതാണെന്ന് എഴുതുക, അതിന്റെ ഫംഗ്ഷൻ എഴുതുക, മെഡുല്ല ഒബ്ലോങ്കേറ്റയുടെ ഫംഗ്ഷൻ എഴുതുക അല്ലേ. അപ്പം എന്തൊക്കെയാണ് നമുക്കറിയാം? ബ്രെയിൻ സ്റ്റെം, മിഡ് ബ്രെയിൻ, പോൺസ്, മെഡുല്ല ഒബ്ലോങ്കേറ്റ ആണ്. മിഡ് ബ്രെയിൻ ആണ് ഇനീഷ്യൽ അസസ്മെന്റ് ഓഫ് മെസ്സേജസ് റിഗാർഡിംഗ് വിഷൻ ആൻഡ് ഹിയറിംഗ്. ദിസ് പാർട്ട് ഹാസ് എ റോൾ ഇൻ മൂവ്മെന്റ് ഓഫ് ഐസ് ആൻഡ് ഐബ്രോസ്. അപ്പോൾ അതാണ് ഫസ്റ്റ് വന്നിട്ടുള്ളത് മിഡ് ബ്രെയിൻ. രണ്ടാമത്തത് പോൺസ് അല്ലേ. പോൺസ് കോർഡിനേറ്റ് ദ മസ്കുലർ ആക്ടിവിറ്റീസ് ഓഫ് ദ ഐ ആൻഡ് ദ ഫേസ്, റെഗുലേറ്റ് ദ റേറ്റ് ഓഫ് വെന്റിലേഷൻ അല്ലേ. അതേപോലെ തന്നെ മെഡുല്ല ഒബ്ലോങ്കേറ്റയുടെ ഫംഗ്ഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കൺട്രോൾസ് ഇൻവോളണ്ടറി ആക്ടിവിറ്റീസ് ലൈക്ക് ഹാർട്ട് ബീറ്റ്, വെന്റിലേഷൻ, വോമിറ്റിംഗ്, കോഫ്, അതുപോലെ തന്നെ സ്നീസിങ്, ഇങ്ങനെയുള്ള ഇൻവോളണ്ടറി ആക്ടിവിറ്റീസ് അതിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മെഡുല്ല ഒബ്ലോങ്കേറ്റയുടെ ഫംഗ്ഷൻ അല്ലേ. അപ്പോൾ ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്, അതേപോലെ കൊടുത്തതാണ്. നമ്മൾ അത് വായിച്ചു നോക്കാം കേട്ടോ. ഇനി അടുത്തത്, ദ ഇലക്ട്രിക് ചാർജ് ഓൺ ഈച്ച് സൈഡ് ഓഫ് ദ പ്ലാസ്മ മെംബ്രെയിൻ ഓഫ് എ നെർവ് സെൽ ഈസ് ഇല്ലുസ്ട്രേറ്റഡ് ബിലോ അല്ലേ. പുറത്ത് പോസിറ്റീവ്, അകത്ത് നെഗറ്റീവ് ആണ്. ദാറ്റ് ഈസ് മീൻസ് ഇറ്റ് ഈസ് ഇൻ റെസ്റ്റിംഗ് സ്റ്റേറ്റ് അല്ലേ, നോൺ സ്റ്റിമുലേറ്റഡ് സ്റ്റേറ്റ് ആണ്. അതൊക്കെ കൊടുത്തിട്ടുണ്ട്. അനലൈസ് ഇറ്റ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. എന്താണെന്ന് നോക്കാം. വാട്ട് ചേഞ്ചസ് ഒക്കെ ഇൻ ദിസ് സ്റ്റേറ്റ് വെൻ സ്റ്റിമുലേറ്റഡ്? സ്റ്റിമുലേറ്റ് ചെയ്താൽ എന്താ സംഭവിക്കുക? പുറത്ത് പോസിറ്റീവും അകത്ത് നെഗറ്റീവ് ആണ് ഇപ്പോൾ അല്ലേ. പുറത്ത് പോസിറ്റീവും അകത്ത് നെഗറ്റീവും ആണ് ഇപ്പോൾ. അത് നേരെ റിവേഴ്സ് ചെയ്യും അല്ലേ. അകത്ത് പോസിറ്റീവും പുറത്ത് നെഗറ്റീവുമായി മാറും. അതാണ് ആ ചേഞ്ച്. ഒരു സ്റ്റിമുലേഷൻ വന്നാൽ അതാണ് അതിൽ വരുന്ന ചേഞ്ച്. ഹൗ ഡസ് ദിസ് ചേഞ്ച് റിസൾട്ട് ഇൻ ദ ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസസ് അല്ലേ. നമുക്കത് നമ്മൾ പഠിച്ച കാര്യമാണ്. വെൻ സ്റ്റിമുലേറ്റഡ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അയോൺസ് ഇൻ ദ പെർട്ടിക്കുലർ പാർട്ട് അല്ലേ. എവിടെയാണോ ആ സ്റ്റിമുലസ് വന്നിട്ടുള്ളത് ആ പാർട്ടിൽ എന്ത് ചെയ്യും? ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അയോൺസ് ചേഞ്ച് ചെയ്യും. ആൻഡ് ഹെൻസ് ഇന്നർ സർഫസ് ബിക്കം പോസിറ്റീവ്ലി ചാർജ് ആൻഡ് ഔട്ടർ സർഫസ് ബിക്കം നെഗറ്റീവ്ലി ചാർജ്. റെസ്റ്റിംഗ് സ്റ്റേറ്റിൽ എന്താണ്? പുറത്ത് പോസിറ്റീവ്, പി, അകത്ത് നെഗറ്റീവ്. പുറത്ത് പോസിറ്റീവ്, അകത്ത് നെഗറ്റീവ്. അതാണ് റെസ്റ്റിംഗ് സ്റ്റേറ്റിൽ. സ്റ്റിമുലസ് വന്നാൽ നേരെ തിരിയും അല്ലേ. അകത്ത് പോസിറ്റീവ്, പുറത്ത് നെഗറ്റീവ് ആവും. റൈറ്റ്. This momentary charge difference stimulate the its adjacent parts and similar changes occur the too അല്ലേ. adjacent പാർട്ടിലേക്ക് അതിങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്ത് പോകും. ആസ് ദിസ് പ്രോസസ് പ്രൊസീഡ്സ് ഇമ്പൾസ് ഗെറ്റ് ട്രാൻസ്മിറ്റഡ് ആസ് ഇലക്ട്രിക് ചാർജസ് അല്ലേ. ദ നെർവ് ഇമ്പൾസസ് ആർ മെസ്സേജസ് ട്രാൻസ്മിറ്റഡ് ത്രൂ ദ ന്യൂറോൺസ്. ഇങ്ങനെ അതെന്ത് ചെയ്യും? പാസ് ചെയ്ത് പോകും അല്ലേ. അത് നമ്മൾ ഈ കാണുന്നത് പോലെ ഇങ്ങനെ ഈ ചേഞ്ചിങ് ഇങ്ങനെ പാസ് ചെയ്ത് ട്രാൻസ്മിറ്റ് ചെയ്ത് അങ്ങനെ പോകും. റൈറ്റ്. അപ്പോൾ അതാണ് സംഭവിക്കുന്നത്. ഇനി അടുത്തൊരു ചോദ്യം. A process that causes variation in organism is shown below.
എന്താണ് ആ പ്രോസസ് എന്നുള്ളത് അല്ലെ ക്രോസ് ഓവർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒബ്സർവ് ഇറ്റ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് എ പ്രോസസ് അല്ലെ ക്രോസ് ഓവർ ആണ് ഇൻ വിച്ച് സെൽ ഡിവിഷൻ ഒക്കെ ഡസ് ദിസ് പ്രോസസ് ടേക്ക് പ്ലേസ്. ഏത് സെൽ ഡിവിഷനിലാണ് ഇത് സംഭവിക്കുക? എല്ലാ സെൽ ഡിവിഷനിലും നടക്കുമോ? ഇല്ല. മൈറ്റോസിസിൽ ഇതിൽ നടക്കൂല. ഈ ക്രോസ് ഓവർ നടക്കുന്നത് മിയോസിസിലാണ് അല്ലെ, മിയോസിസിലാണ് നടക്കുക. ഇസ് ദ ആക്ടിവിറ്റീസ് ടേക്ക് പ്ലേസ് ഇൻ സ്റ്റേജ് 1 and 2. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ഒരു കാര്യമാണ്. ഹൗ ഡസ് ദിസ് പ്രോസസ് ലീഡ് ടു വേരിയേഷൻ അല്ലെ. നമുക്കറിയാം ക്രോസിംഗ് ഓവർ എന്ന് പറഞ്ഞാൽ ഡ്യൂറിംഗ് ദ ഇനീഷ്യൽ ഫേസസ് ഓഫ് മിയോസിസ് അല്ലെ, പ്രത്യേകം മനസ്സിലാക്കാം മിയോസിസ് ആണ് അല്ലെ. മൈറ്റോസിസിൽ ഇത് സംഭവിക്കൂല. ക്രോമസോംസ് പെയർ ആൻഡ് എക്സ്ചേഞ്ച് ദെയർ പാർട്സ് അല്ലെ. ക്രോമസോംസ് പരസ്പരം പെയർ ചെയ്തിട്ട് അതിന്റെ പാർട്സ് എക്സ്ചേഞ്ച് ചെയ്യും, പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യും. This process is called crossing over of chromosomes. As a result of this, part of a DNA crosses over and become part of another DNA. ഒരു DNA പാർട്ട് വേറെ DNA പാർട്ടായിട്ട് മാറും. ക്രോസ് ഓവർ എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് DNAകൾ പരസ്പരം ക്രോസ് ചെയ്തിട്ട് ഈ DNA പാർട്ട് ഈ DNAയിലേക്കും ഈ DNA കുറച്ച് പാർട്ട് ഈ DNAയിലേക്കും പോകും. മനസ്സിലായോ? അങ്ങനെ മൊത്തത്തിൽ ഒരു മിക്സ് ആയി കിടക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും. ദിസ് കോസസ് ഡിഫറൻസസ് ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ജീൻസ്. ജീൻസിന്റെ ഡിസ്ട്രിബ്യൂഷനിലൊക്കെ നല്ല ഡിഫറൻസസ് വരും. വെൻ ദീസ് ക്രോമസോംസ് ആർ ട്രാൻസ്ഫേർഡ് ടു ദ നെക്സ്റ്റ് ജനറേഷൻ. എന്നിട്ട് അത് മിയോസിസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പിന്നെന്താ പറയുക അടുത്ത ജനറേഷൻ ഉണ്ടാക്കുന്ന സ്പേമോ അല്ലെങ്കിൽ എഗ്ഗോ ഉണ്ടാക്കാനുള്ള ഡിവിഷൻ ആണല്ലോ അല്ലേ. അപ്പം പിന്നെ പകുതിയാവുകയാണ്. അപ്പോൾ അത് നെക്സ്റ്റ് ജനറേഷനിലേക്ക് പാസ് ചെയ്യുമ്പോൾ എക്സ്പ്രഷൻ ഓഫ് ന്യൂ ക്യാരക്ടറിസ്റ്റിക്സ് ഇൻ ദ ഓഫ്സ്പ്രിങ്സ് ടേക്ക് പ്ലേസ് അല്ലേ. എന്ത് ചെയ്യും? പുതിയ ക്യാരക്ടറിസ്റ്റിക്സ്. കാരണം ക്രോസ് ചെയ്ത് അല്ലേ, രണ്ടെണ്ണത്തിലുള്ളത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് പുതിയ തരത്തിലുള്ള പിന്നെ ഈ തരത്തിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്ത് ചെയ്യും ഓഫ് സ്പ്രിങ്സിൽ കാണാൻ സാധിക്കും. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം കണ്ടത്. എന്താണ്? പെയറിംഗ് ഓഫ് ഹോമോലോഗസ് ക്രോമസോംസ്, ഐഡന്റിക്കൽ ക്രോമസോംസ് ഇൻഹെറിറ്റഡ് ഫ്രം ദ പാരന്റ്സ് ഓഫ് ആൻ ഓർഗാനിസം. അതെന്ത് ചെയ്യും? പെയർ ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യും? പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഓഫ് ദ പെയർഡ് ക്രോമസോംസ് എന്ത് ചെയ്യും? അത് ക്രോസ് ചെയ്തിട്ട് ക്രോസ് ഓവർ ചെയ്യും. ആ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റുകളെയാണ് നമ്മൾ കയാസ്മ എന്ന് പറയാം. ദ ക്രോമാറ്റിഡ്സ് ബ്രേക്ക് അറ്റ് ദിസ് റീജിയൻ ആൻഡ് ബ്രോക്കൺ സെഗ്മെന്റ്സ് ആർ എക്സ്ചേഞ്ച്ഡ് വിത്ത് ഈച്ച് അതർ. ആ ബ്രോക്കൺ സെഗ്മെന്റ്സ് അത് ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ ഫുള്ള് വൈറ്റ് ആണ്, ഇവിടെ ഫുള്ള് പിങ്ക് ആണ്, ഇവിടെ ഫുള്ള് ഒരു ടൈപ്പ് ഓഫ് യെല്ലോ ആണ്, നെക്സ്റ്റ് ടൈപ്പ് ഓഫ് യെല്ലോ ആണ്. പിന്നെ ഇത് ക്രോസ് ഓവർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതുമാണ് ക്രോസ് ഓവർ ചെയ്തത്. ക്രോസ് ഓവർ ചെയ്തതിന് ശേഷം ഈ ഭാഗവും നിങ്ങൾ നോക്കാം. ഇത് ആദ്യം ഫുള്ള് പിങ്ക് ആയിരുന്നു, അതിലേക്ക് എന്തോ വന്നു? അതിലേക്ക് യെല്ലോ കയറി വന്നു അല്ലേ. ഇത് ഫുള്ള് യെല്ലോ ആയിരുന്നു, അവിടേക്ക് പിങ്ക് കയറി വന്നു. അങ്ങനെ എന്ത് ചെയ്തു? പരസ്പരം പാർട്സ് എക്സ്ചേഞ്ച് ചെയ്തു. ജീനിന്റെ പാർട്ടുകൾ എക്സ്ചേഞ്ച് ചെയ്തു. അതാണ് ഇവിടെ സംഭവം. ആ ക്രോസ് ഓവർ പോയിന്റ്സിനെയാണ് അല്ലെങ്കിൽ ആ കോണ്ടാക്ട് പോയിന്റ്സിനെയാണ് നമ്മൾ കയാസ്മ എന്ന് പറയാം. ഇൻ കേസ് ചോദിക്കുകയാണെങ്കിൽ നമ്മളെന്ന് എഴുതുക അല്ലേ. ദിസ് എക്സ്ചേഞ്ച് കോസസ് റീകോമ്പിനേഷൻ ഓഫ് ദ അലീൽസ്. ദിസ് ലീഡ്സ് ടു അപ്പിയറൻസ് ഓഫ് ന്യൂ ട്രൈറ്റ്സ് ഇൻ ദ ഓഫ്സ്പ്രിങ്. ഈ ചോദ്യം ഇപ്പോൾ ഈ ഫിഗർ വെച്ചിട്ടാണ് ചോദിച്ചതെന്നുണ്ടെങ്കിലും എങ്ങനെയാണ് ന്യൂ ട്രൈറ്റ്സ് അപ്പിയർ ചെയ്യുന്നത് കുറച്ചും കൂടി ചിലപ്പോൾ അങ്ങനെ ചോദിക്കാമല്ലോ അല്ലേ. എങ്ങനെയാണ് ന്യൂ ട്രൈറ്റ്സ് ഓഫ്സ്പ്രിങ്സിൽ ന്യൂ ട്രൈറ്റ്സ് അപ്പിയർ ചെയ്യുന്നത് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? ഈ പറഞ്ഞ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഈ ക്രോസ് ഓവർ ചിലപ്പോൾ നല്ല മാർക്കിനുള്ളതാണ്. ഈ ക്രോസ് ഓവർ വരച്ച് കയാസ്മയൊക്കെ കാണിച്ച് അങ്ങനെ നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. കുറച്ചും കൂടി ഹാർഡ് ആയി ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കാം റൈറ്റ്. അപ്പം അത് നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായി മനസ്സിലാക്കണം റൈറ്റ്. നെക്സ്റ്റ് വൺ, analyze the hints related to RNAs involved in protein synthesis and answer the questions അല്ലേ. RNA അല്ലെ, പ്രോട്ടീൻ സിന്തസിസിൽ RNA ഇൻവോൾവ് ആയിട്ടുണ്ട്. പലതരത്തിലുള്ള പ്രോട്ടീനുകൾ നമുക്കറിയാം, mRNA, tRNA അല്ലേ, എല്ലാം നമുക്കറിയാം റൈറ്റ്. ഇനി ക്യാരീസ് മെസ്സേജസ് ഫോർ ദ പ്രോട്ടീൻ സിന്തസിസ്. മെസ്സേജ് ക്യാരി ചെയ്യുന്നവരെ മെസ്സേജ് അല്ലേ, മെസ്സഞ്ചറിന് നമ്മളെന്താ പറയുക? mRNA എന്ന് പറയും അല്ലേ. ക്യാരി അമിനോ ആസിഡ് ടു ദ റൈബോസോമിലേക്ക് അമിനോ ആസിഡ്സിനെ ട്രാൻസ്ഫർ ചെയ്ത് ക്യാരി ചെയ്ത് കൊണ്ടുവരുന്നതിനെ ട്രാൻസ്ഫർ RNA, tRNA എന്ന് പറയും അല്ലെ. ഫ്രം ദ വേ ദ RNA ഇൻഡിക്കേറ്റഡ് ആസ് വൺ അല്ലെ. mRNA ഫോം ചെയ്യുന്നത് എവിടുന്നാണെന്നാണ് ചോദ്യം. നമുക്കറിയാം DNA-യിൽ നിന്നാണ് mRNA ഫോം ചെയ്യുന്നത്. ഇനി വിച്ച് RNA ഈസ് നോട്ട് മെൻഷൻഡ് ഹിയർ. mRNA tRNA പറഞ്ഞു, ആരെയാ വിട്ടുപോയത്? rRNA അല്ലേ. നെയിം ദ സെൽ ഓർഗനൽ ഇൻ വിച്ച് ദിസ് RNA ഈസ് ഫൗണ്ട്. ഏതാണ് rRNA എന്ന് പറഞ്ഞാൽ? റൈബോസോമൽ RNA എന്നാണ്. റൈബോസോമൽ RNA റൈബോസോംസിലാണ് അല്ലെ, റൈബോസോംസ് റൈറ്റ്. ഇനി വാട്ട് ഇസ് ദ റോൾ ഓഫ് mRNA ആൻഡ് tRNA ഇൻ ദ പ്രോട്ടീൻ സിന്തസിസ്? നമ്മൾ വളരെ ക്ലിയർ ആയി നമ്മൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. mRNA എന്താണ്? mRNA എന്താ ചെയ്യുക? DNA-യിൽ നിന്നും മെസ്സേജ് കോപ്പി ചെയ്തിട്ട് അതെന്ത് ചെയ്യും? DNA-യിൽ നിന്നും പുറത്ത് എവിടേക്ക് വരും? സൈറ്റോപ്ലാസത്തിലേക്ക് വരും. അതാണ് മെസ്സഞ്ചർ RNA. അതെന്ത് ചെയ്യും? ആ മെസ്സഞ്ചറിലുള്ള മെസ്സേജിനനുസരിച്ച്
എന്ത് ചെയ്യും, പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യും. ആ പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ RNA എന്ന് പറയുക. അതേപോലെ ആ പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അമിനോ ആസിഡ്സിനെ കൊണ്ടുവരണം. അവിടുന്ന് ഇവിടുന്നൊക്കെ പിടിച്ച് അമിനോ ആസിഡ്സിനൊക്കെ കൊണ്ടുവരുന്ന ആളാരാണ്, ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുവരുന്ന ആളാരാണ്, അതാണ് tRNA അല്ലേ. mRNA വിച്ച് ക്യാരീസ് ഇൻഫർമേഷൻ ഫോംസ് ഫ്രം ദ DNA, അതാണ് mRNA എന്ന് പറയുന്നത്. mRNA റീച്ചസ് ദ ഔട്ട്സൈഡ് ദ ന്യൂക്ലിയസ്, അതായത് സൈറ്റോപ്ലാസത്തിലേക്ക് എത്തും. mRNA റീച്ചസ് റൈബോസോമിലേക്ക് എത്തും. ബേസ്ഡ് ഓൺ ദ ഇൻഫർമേഷൻ amino acids are transferred to the ribosomes by tRNA. അമിനോ ആസിഡ്സിന് tRNA കൊണ്ടുവരും, റൈബോസോംസ് ബൈ അമിനോ ആസിഡ് ടു ഫോം പ്രോട്ടീൻ മോളിക്യൂൾസ്. റൈബോസോംസ് എന്ത് ചെയ്യും, അമിനോ ആസിഡ്സുമായിട്ട് ബൈൻഡ് ചെയ്തിട്ട് അമിനോ ആസിഡ്സിനെ പരസ്പരം ബൈൻഡ് ചെയ്തിട്ട് ടു ഫോം പ്രോട്ടീൻ മോളിക്യൂൾ. അമിനോ ആസിഡുകൾ കൂടി ചേർന്നാണല്ലോ പ്രോട്ടീൻ മോളിക്യൂൾ. അപ്പോൾ അത് ഫോം ചെയ്യും. അങ്ങനെയാണ് പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നത് അല്ലേ. ഇനി ഒബ്സർവ് ദ ഇലിസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ അല്ലെ. ഐഡന്റിഫൈ ദ നെയിം ആൻഡ് നെയിം ദ RNAs X and Y അല്ലേ, നമ്മുടെ X and Y റൈറ്റ്. X and Y ഏതൊക്കെയാണ് RNAs എന്ന് പറയാം. അതേപോലെ തന്നെ റൈറ്റ് വൺ ഫംഗ്ഷൻ ഓഫ് X ആൻഡ് വൺ ഓഫ് Y. നമുക്കറിയാം rRNA ആൻഡ് tRNA ആണത്. അപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെ ഫംഗ്ഷൻ rRNAയും tRNA ഒക്കെ എന്താണത് പറയുന്നത്, എന്താണ് അതിൻ്റെ ഫംഗ്ഷൻസ്. mRNA നമുക്കറിയാം ക്യാരീസ് ജനറ്റിക് ഇൻഫർമേഷൻ ഫ്രം DNA ടു റൈബോസോം ഫോർ പ്രോട്ടീൻ സിന്തസിസ് ആണ്. tRNA ട്രാൻസ്ഫർ RNA bring specific amino acids to the ribosome during protein synthesis matching the mRNA codons. അതുപോലെ തന്നെ rRNA the primary component of the ribosome help in the formation of bonds between the amino acids. അതാണ് RNA റൈബോസോമൽ RNA എന്ന് പറയുന്നത് റൈറ്റ്. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് വെച്ചാൽ ഈ ഭാഗം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. mRNA tRNA rRNA എന്താണത്, എന്താണ് പ്രോട്ടീൻ സിന്തസിസ് ഫംഗ്ഷൻ, ഈ ഒരു ഭാഗത്തുനിന്ന് ഒരു ചോദ്യം ഏകദേശം ഉറപ്പാണ്. മനസ്സിലായോ? കാരണം അങ്ങനെയുള്ള ഒരുപാട് പലതരത്തിൽ അതെന്ത് ചെയ്യുന്നുണ്ട്, തിരിച്ചും മറിച്ചും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ചോദ്യം എങ്ങനെയാണ് പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് mRNA, എന്താണ് rRNA എന്താണ്, പിന്നെ ഈ tRNA എന്താ ചെയ്യുന്നത്, എങ്ങനെയാണ് പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുന്നത് എന്നുള്ള രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. വീണ്ടും അതേ ഭാഗത്ത് തന്നെ ചോദ്യമാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റിലേറ്റഡ് ടു ദ പ്രോസസ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ എന്താണ്, DNA-യിലുള്ള ഇൻഫർമേഷൻ മെസ്സഞ്ചർ ആക്കൽ അല്ലേ, DNA ടു mRNA. അതിനാണ് നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് അല്ലേ. ട്രാൻസ്ക്രിപ്ഷൻ ഉണ്ട്, ട്രാൻസ്ലേഷൻ ഉണ്ട്, ഒക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. ആ ഭാഗം ട്രാൻസ്ലേഷൻ എന്താണ്, ട്രാൻസ്ക്രിപ്ഷൻ എന്താണ്, ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നോക്കി പഠിക്കൽ നിർബന്ധമാണ് കേട്ടോ. ചിലപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെ പ്രോട്ടീൻ സിന്തസൈസ് അങ്ങനെ ഒന്നും ആയിരിക്കില്ല ചോദ്യം, അല്ലെങ്കിൽ എങ്ങനെ DNA-യിൽ നിന്നും mRNA ഫോം ചെയ്യുന്നു അങ്ങനെ ആയിരിക്കില്ല കേട്ടോ ചോദ്യം. ട്രാൻസ്ക്രിപ്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യാം, ട്രാൻസ്ലേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാം, അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചോദിക്കാം അല്ലേ. കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ഹാർഡാക്കാൻ വിചാരിച്ചാൽ അങ്ങനെയൊക്കെ ചോദിക്കാം. സംഭവം നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്, പക്ഷേ ഈ ടേംസ് വെച്ചിട്ട് നമ്മൾ മിസ്സായി പോരുത്. അതുകൊണ്ടാണ് പറയുന്നത് ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചു നോക്കണം. 20th question. Part of the scientific article about the evolution of life is given below. Read it and answer the question. Random changes in genes that are passed down from generation to generation have a major impact on the evolution of life. Random ആയിട്ട് ഉണ്ടാവുന്ന ചേഞ്ചസ് ഇതിനെക്കുറിച്ചാണ് ചോദിച്ചത്. വാട്ട് ഈസ് ദ ജെനറ്റിക് പ്രോസസ് മെൻഷൻ ഇൻ ദ സയന്റിഫിക് ആർട്ടിക്കിൾ? ഹൗ ഡസ് ദിസ് പ്രോസസ് ഇൻഫ്ലുവൻസ് ദ എവല്യൂഷൻ ഓഫ് ലൈഫ്? നമുക്കറിയാം മ്യൂട്ടേഷൻ ആണ്, റാൻഡം ആയിട്ട് പെട്ടെന്ന് ഉണ്ടാവുന്ന റാൻഡമായ ചേഞ്ചസിനെ നമ്മൾ മ്യൂട്ടേഷൻ എന്നാണ് പറയുക. ഇറ്റ് ഇൻട്രൊഡ്യൂസ് ന്യൂ വേരിയേഷൻ ഇൻ ദ ജെനറ്റിക് മെറ്റീരിയൽ അല്ലേ. എങ്ങനെയാണ് അത് ഹെൽപ്പ് ചെയ്യാൻ ചോദിച്ചു? അത് ന്യൂ വേരിയേഷൻസ് ഉണ്ടാക്കാൻ സഹായിക്കും. സം മ്യൂട്ടേഷൻസ് മേ ബി ബെനിഫിഷ്യൽ ട്രേറ്റ്സ് ദാറ്റ് ഇംപ്രൂവ് സർവൈവൽ ഓർ റീപ്രൊഡക്ഷൻ അല്ലേ. കൂടുതൽ മ്യൂട്ടേഷൻസും ഹാംഫുൾ ആണ്, പക്ഷേ ചിലതെങ്കിലും ബെനിഫിഷ്യൽ ആയിട്ടുണ്ടാവും. അതെന്ത് ചെയ്യും, സർവൈവലിനെ അല്ലെങ്കിൽ റീപ്രൊഡക്ഷനെ സഹായിക്കും. ദീസ് ട്രേറ്റ്സ് മേ ബി പാസ്ഡ് ഓൺ ടു ഫ്യൂച്ചർ ജനറേഷൻ. ആ ട്രേറ്റ്സ് ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ അത് സർവൈവൽ അഡ്വാൻറ്റേജ് ഉള്ളത് കൊണ്ട് തന്നെ അത് ഫ്യൂച്ചർ ജനറേഷൻസിലേക്ക് പാസ് ചെയ്യും, കോൺട്രിബ്യൂട്ടിംഗ് ടു എവല്യൂഷൻ ഓഫ് സ്പീഷീസ് ഓവർ ടൈം അല്ലേ. ഇനി സജസ്റ്റ് എനി 2 റീസൺസ് ദാറ്റ് ലീഡ് ടു ദിസ് പ്രോസസ്. എങ്ങനെയാണ് മ്യൂട്ടേഷൻ സംഭവിക്കുക, അല്ലെങ്കിൽ മ്യൂട്ടേഷൻ സംഭവിക്കാനുള്ള കാരണങ്ങൾ അല്ലേ. എക്സ്പോഷർ ടു റേഡിയേഷൻ, എക്സ്റേസ് അല്ലെങ്കിൽ UV റേസ് അങ്ങനെയുള്ള കാര്യങ്ങളാവാം, അല്ലെങ്കിൽ കെമിക്കൽ എക്സ്പോഷർ, മ്യൂട്ടാജൻസ്, അതുപോലെ തന്നെ പെസ്റ്റിസൈഡ്സിലും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ കെമിക്കൽസിലൊക്കെ ഉള്ള മ്യൂട്ടജൻസ് ഒക്കെ അതിനുള്ള കെമിക്കൽ എക്സ്പോഷർ കാരണവും മ്യൂട്ടേഷൻസ് ഉണ്ടാവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അറേഞ്ച് ദ കോളംസ് ഇൻ ദ ടേബിൾ ഗിവൺ ബിലോ ഇൻ ദ അപ്രോപ്രിയേറ്റ് ഓർഡർ ആൻഡ് സെലക്ട് ദ കറക്റ്റ് ആൻസർ ഓഫ് നമ്പർ ഓപ്ഷൻ അല്ലേ. തോമസ് മാൽത്തൂസ് ഉണ്ട്, ചാൾസ് ഡാർവിൻ ഉണ്ട്, ലാമാർക്ക് ഉണ്ട്. ഓക്കെ. ഇൻഹെറിറ്റൻസ് ഓഫ് അക്യൂർഡ് ക്യാരക്ടേഴ്സ് നമുക്കറിയാം, ലാമാർക്ക് അല്ലേ. സിമ്പിൾ ക്വസ്റ്റ്യൻ. പോപ്പുലേഷൻ ഗ്രോത്ത് ഈസ് കോസിങ് നാച്ചുറൽ റിസോഴ്സസ് ടു ബിക്കം ലിമിറ്റഡ്. അതാരാ പറഞ്ഞ? മാൽത്തൂസ് ആണ് പറഞ്ഞത് അല്ലേ. റിസോഴ്സസ് ലിമിറ്റഡ് ആണ്,
അത് പ്രശ്നമാകും എന്നൊക്കെ പറഞ്ഞത്. ഡാർവിൻ പറഞ്ഞ എന്താണ് ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് എഴുതിയത് ഡാർവിൻ ആണ്. അപ്പോൾ അതാണ് കറക്റ്റ് ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻസ്. ഇനി അടുത്ത ചോദ്യം, ഐഡന്റിഫൈ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രൈമേറ്റ്സ് ആൻഡ് ചൂസ് ദ കറക്റ്റ് ആൻസർ. പ്രൈമേറ്റ്സ്, ദ തമ്പ് വിൽ നോട്ട് ബി ഓൺ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. തമ്പ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ആവൂല എന്നാ പറഞ്ഞത്. ആവൂലേ? ആവും അല്ലേ? അത് തെറ്റാണ്. ബൈനോക്കുലർ ആൻഡ് ട്രൈ ഡയമെൻഷനൽ വിഷൻ, അത് ശരിയാണ്. ലിവ് ഇൻ ഗ്രൂപ്പ്സ് അല്ലേ? അപ്പോൾ അതിനാണ് Q and R are correct, but P is not correct. A thumb that can be opposed to the fingers ആണ് primates അല്ലേ? Yes. The diversity in the beaks of the finches on the Galapagos Island helped them to survive അല്ലേ? അത് ഡാർവിൻ പറഞ്ഞതാണ്. എക്സ്പ്ലെയിൻ യൂസിങ് ദ ഇൻഡിക്കേറ്റേഴ്സ് ഗിവൺ ബിലോ. ഇൻഡിക്കേറ്റേഴ്സ് എന്താ? ദ റീസൺ ഫോർ ദ ഡൈവേഴ്സിറ്റി ഓഫ് ദ ബീക്ക് ഓഫ് ദ ഫിഞ്ചസ്, സർവൈവൽ ആൻഡ് റീപ്രൊഡക്ഷൻ പറഞ്ഞല്ലേ. എന്താണ്? ദർ ആർ അബൌട്ട് 14 ഡിഫറെൻറ്റ് സ്പീഷീസ് ഓഫ് ഫിഞ്ചസ് ഇൻ ദ ഗാലപ്പഗോസ് ഐലൻഡ് അല്ലേ? ഗാലപ്പഗോസിൽ പിന്നെ 14 ഡിഫറെൻറ്റ് സ്പീഷീസ് ഓഫ് ഫിഞ്ചസ് ഉണ്ടായിരുന്നു. ഗ്രൗണ്ട്, കാക്ടസ് ആൻഡ് ട്രീ ഫിഞ്ചസ് ആർ സം അമംഗ് ദം അല്ലേ? ഗ്രൗണ്ട് ഫിഞ്ചസ്, കാക്ടസ് ഫിഞ്ചസ്, അതുപോലെ തന്നെ ട്രീ ഫിഞ്ചസ് ഒക്കെ അതിനുള്ള എക്സാമ്പിൾസ് ആണ്. ഓഫ് ദീസ് ഗ്രൗണ്ട് ഫിഞ്ചസ് ആർ സീഡ് ഈറ്റേഴ്സ് അല്ലെ? ഗ്രൗണ്ട് ഫിഞ്ചസ് എന്താണ്? സീഡ് ഈറ്റേഴ്സ് ആണ്. ഗ്രൗണ്ട് ഡ്വെലേഴ്സ്, സീഡ് ഈറ്റേഴ്സ് ആൻഡ് ഗ്രൗണ്ട് ഡ്വെലേഴ്സ്. അതുപോലെ തന്നെ വേറാസ് കാക്ടസ് ഫിഞ്ചസ് ഇൻഹാബിറ്റ് ഓൺ കാക്ടസ് ആൻഡ് ഈറ്റ് സീഡ്സ് അല്ലേ? കാക്ടസിൽ ഇരുന്നിട്ടാണ് അത് പിന്നെ കഴിക്കുക, സീഡ്സ് ആണ്. ട്രീ ഫിഞ്ചസ് വിച്ച് ഷെൽട്ടർ ഇൻ ദ സീഡ്സ് ആർ ഇൻസെക്ടിവോറസ്, അത് ഇൻസെക്റ്റിനെയാണ് കഴിക്കുക. മറ്റതൊക്കെ സീഡ്സിനാണെന്ന്, ഇത് ഇൻസെക്റ്റിനെയാണ് കഴിക്കുക അല്ലേ? ദ മേജർ ഡിഫറൻസ് ദീസ് സ്പീഷീസ് എക്സിബിറ്റ് ഇസ് ദ ഷേപ്പ് ആൻഡ് സൈസ് ഓഫ് ദ ബീക്ക്. ഇത് ഓരോന്നിൻ്റെയും ഡിഫറൻസസ് എന്ന് പറയുന്നത് ഷേപ്പും സൈസ് ഓഫ് ദ ബീക്കുമാണ്. ഷേപ്പ് പലതരത്തിലാവാം, അതേപോലെ തന്നെ സൈസും ഡിഫറെൻ്റ് ആകാം. അത് ഇൻസെക്ടിവോറസ് ആണോ സീഡ് ഈറ്റേഴ്സ് ആണോ എന്നുള്ളതൊക്കെ അനുസരിച്ച് അല്ലേ? ദ ബീക്സ് ഓഫ് മീഡിയം സൈസ്ഡ് seed eating finches are different those of large seed eating and insect eating one. Insect eating large seed eating എന്നൊക്കെ different ആണ് medium sized seed eating finches in the beaks അല്ലേ? These beaks are their main means to obtain food. ആ വ്യത്യാസം അങ്ങനെയാണ് വരുന്നത്. ബേർഡ്സ് വിത്ത് ബീക്സ് ഓഫ് സ്യൂട്ടബിൾ ഷേപ്പ് ഓർ സൈസ് ഡിപ്പെൻഡിങ് ഓൺ ദ അവൈലബിലിറ്റി ഓഫ് ഫുഡ് റിസോഴ്സസ് ഇൻ ദ എൻവയൺമെന്റ് വിൽ സർവൈവ് ആൻഡ് പ്രൊഡ്യൂസ് മോർ ഓഫ്സ്പ്രിങ് അല്ലേ? സ്യൂട്ടബിൾ ആയിട്ടുള്ള ബീക്ക് ഷേപ്പ്, ബീക്ക് സൈസ് ഒക്കെ ഉള്ള അവിടെയുള്ള ഫുഡ് റിസോഴ്സ് ഏതാണോ അവൈലബിൾ ആണ്. ചിലപ്പം ഇൻസെക്ട്സ് തീർന്നു പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇൻസെക്റ്റ് ഉണ്ടാവില്ല, സീഡ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം അതിനനുസരിച്ചുള്ള ബീക്ക് ഷേപ്പും ബീക്ക് സൈസും ഒക്കെ ഉള്ള ആളുകൾ എന്ത് ചെയ്യുന്നു? സർവൈവ് ചെയ്യും, അതുപോലെ തന്നെ കൂടുതൽ ന്യൂ ഓഫ്സ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യും. Next question. Although Darwin's theory of natural selection was criticized because he did not understand the genetic basis of variation. അല്ലേ? ഡാർവിൻ എന്താ അറിയില്ല, ജെനറ്റിക്സ് എന്നറിയില്ല. നമ്മൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കണ്ടെത്തിയിട്ടില്ല, സെൽസിനെ കുറിച്ച് അറിയില്ല, സെൽസിന്റെ കോംപ്ലക്സിറ്റീസിനെ കുറിച്ച് അറിയില്ല, ജീൻസിനെ കുറിച്ച് അറിയില്ല. അതുകൊണ്ട് തന്നെ ഡാർവിന് അതൊന്നും അറിയാതെയുള്ള കാര്യങ്ങളാണ് ഡാർവിൻ പറഞ്ഞത്. അപ്പം അതുകൊണ്ട് അത് ക്രിറ്റിസൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇറ്റ് ലേറ്റർ ഗെയിൻ വൈഡ് ആക്സെപ്റ്റൻസ് അല്ലേ? അതിനെ പരിഷ്കരിച്ചിട്ട് നിയോ ഡാർവിനിസം ആക്കിയപ്പോഴാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഒരുപാട് പുതിയ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തത്. എക്സ്പ്ലെയിൻ ദിസ് സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ഓൺ ദ ഫൈൻഡിങ്സ് ഓഫ് നിയോ ഡാർവിനിസം. എന്താണ്? ഡാർവിൻസ് തിയറി ഓഫ് എവല്യൂഷൻ ഹാസ് ബീൻ സബ്ജക്റ്റഡ് ടു ക്രിറ്റിസിസം ബിക്കോസ് ചാൾസ് ഡാർവിൻ ഹാസ് നോ ഐഡിയ അബൌട്ട് ദ ജെനറ്റിക് ബേസിസ് ഓഫ് വേരിയേഷൻ ആൻഡ് ഇൻഹെറിറ്റൻസ്. ജെനറ്റിക് ബേസിസിനെ കുറിച്ച് ഡാർവിൻ ഐഡിയ ഉണ്ടായിരുന്നില്ല. ഹൗവർ വിത്ത് ദ ഡിസ്കവറീസ് ഓഫ് ഗ്രിഗർ മെൻഡർ ആൻഡ് കൺസെപ്റ്റ്സ് അബൌട്ട് ക്രോമസോംസ് ആൻഡ് ജീൻസ്, it was recognized that the causes of variation that lead to evolution were genetic changes. മറ്റതൊന്നും വ്യത്യസ്തമായിട്ട് കുറച്ചും കൂടി ജെനറ്റിക് ചേഞ്ചസ് ആണ് ഈ വേരിയേഷനിലേക്ക് ലീഡ് ചെയ്യുന്ന കോസസ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു? മനസ്സിലാക്കി. ജെനറ്റിക് റീകോമ്പിനേഷൻ ഡ്യൂറിങ് സെക്ഷൽ റീപ്രൊഡക്ഷൻ, ജീൻ ഫ്ലോ, ഇങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങളാണ് ഈ വേരിയേഷനിലേക്ക് നയിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഓവർ ടൈം ഡാർവിനിസം വാസ് സ്ട്രെങ്തൻഡ് ആൻഡ് റിഫൈൻഡ് ആസ് എവിഡൻസ് ഫ്രം ഫീൽഡ്സ് സച്ച് ആസ് പോപ്പുലേഷൻ ജെനറ്റിക്സ്, പാലിയോളജി ആൻഡ് എൻവയൺമെന്റൽ സയൻസ് വാസ് ഇൻകോർപ്പറേറ്റഡ് ലീഡിങ് ടു ദ ഡെവലപ്മെന്റ് ഓഫ് നിയോ ഡാർവിനിസം. നിയോ മീൻസ് ന്യൂ അല്ലേ? ഡാർവിൻ പറഞ്ഞതെന്ന് നമ്മൾ എന്ത് ചെയ്തു? അതിനെ പുതിയ കണ്ടെത്തലുകൾ ജെനറ്റിക്സിനൊക്കെ ഇൻകോപ്പറേറ്റ് ചെയ്ത് നമ്മൾ അതിനെ റിഫൈൻ ചെയ്തതാണ്, അല്ലെങ്കിൽ അതിനെ മാറ്റി എടുത്തതാണ് നിയോ ഡാർവിനിസം, ന്യൂ ഡാർവിനിസം അല്ലേ? Yes. Observe the illustration and write the answers to the questions. Over population struggle for existence. പോപ്പുലേഷൻ കൂടുന്നു, അപ്പം എന്ത് ചെയ്യുന്നു? സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് ഉണ്ടാവുന്നു. വിച്ച് തിയറി ഓഫ് എവല്യൂഷൻ ഇൻഡിക്കേറ്റഡ് ഹിയർ? ഹൂ പ്രപ്പോസ് ദിസ് തിയറി? നമുക്കറിയാം ആരാണ്? തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ ആണ്, ഡാർവിൻ ആണ് പ്രപ്പോസ് ചെയ്യുന്നത്. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് വേരിയേഷൻ ഇൻ ദ സിറ്റുവേഷൻ ഷോൺ ഇൻ ദ ഇല്ലുസ്ട്രേഷൻ? അല്ലെ, വേരിയേഷൻ അമംഗ് ഇൻഡിവിജ്വൽ ഈസ് ക്രൂഷ്യൽ ഡ്യൂറിങ്
സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്. അതായത് ഇവിടെ ആളുകൾ കൂടുതലാണ്, റിസോഴ്സ് ലിമിറ്റഡ് ആണ്. അപ്പോൾ റിസോഴ്സ് ലിമിറ്റഡ് ആവുകയും ആളുകൾ കൂടുതലാവുകയും ചെയ്യുമ്പോൾ അവിടെ ഫേവറബിൾ വേരിയേഷൻസ് ഉള്ള ആളുകളാണ് എന്ത് ചെയ്യുക, സർവൈവ് ചെയ്യുക അല്ലേ. ദോസ് ഇൻഡിവിജ്വൽസ് വിത്ത് ഫേവറബിൾ വേരിയേഷൻസ് അല്ലെങ്കിൽ അഡാപ്റ്റേഷൻസ് ആർ more likely to survive and reproduce. This lead to evolution of better adapted species over time. എന്നുവെച്ചാൽ അവിടെ ആർക്കാണോ ഫേവറബിൾ ആയ ചേഞ്ചസ് ഉള്ളത് അവരെന്ത് ചെയ്യും, കൂടുതൽ റീപ്രൊഡ്യൂസ് ചെയ്യും, കൂടുതൽ അഡാപ്റ്റ് ചെയ്യാൻ അവർക്ക് പറ്റും അല്ലേ. യെസ്, റീഡ് ദ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ഗിവ് റീസൺ. സ്ട്രക്ചർ ഓഫ് ദ ഫോലിംസ് ഇൻ ലിസാർഡ്സ്, ബാറ്റ്, വെയിൽ എക്സെട്ര. ലിസാർഡ് അതുപോലെ തന്നെ ബാറ്റ്, വെയിൽ അതിൻ്റെയൊക്കെ ഫോലിംസിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിഫർ ഇൻ ദ എക്സ്റ്റേണൽ അപ്പിയറൻസ്. പുറത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പല്ലിയുടെ ഫോർലിംബ്, ബാറ്റിൻ്റെ ഫോർലിംബ്, വെയിലിൻ്റെ ഫോർലിംബ് ഇതൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആണ് അല്ലേ. ഈവൻ ഇഫ് ദേ ആർ സിമിലർ ഇൻ ദർ ഇന്റേണൽ സ്ട്രക്ചർ. കാരണം എന്താ ഡിഫറൻസ് ഇൻ ദ എക്സ്റ്റേണൽ അപ്പിയറൻസ് ആർ ദർ അഡാപ്റ്റേഷൻസ് ടു ലിവ് ഇൻ ദർ ഓൺ ഹാബിറ്റാറ്റ്. അത് പിന്നുള്ള അഡാപ്റ്റേഷൻസ് ആണ്. ഓൾ ദീസ് ഓർഗാനിസം ഇവോൾവ് ഫ്രം കോമൺ ആൻസെസ്റ്റർ എന്നുള്ളതാണ് ഈ പറഞ്ഞ ഹോമലോഗസ് സ്ട്രക്ചേഴ്സ്. കാരണം ഇതിൻ്റെയൊക്കെ സ്ട്രക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബോൺ അതിൽ നിന്നും അങ്ങനെ അതിൻ്റെ ഇന്റേണൽ സ്ട്രക്ചർ ഭയങ്കര സിമിലർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ദീസ് ഫോർ ലിംസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ബ്ലഡ് വെസൽസ്, നെർവ്സ്, മസിൽസ് ആൻഡ് ബോൺസ്. ഡിഫറൻസ് ഇൻ ദർ എക്സ്റ്റേണൽ അപ്പിയറൻസസ് ആർ ദർ അഡാപ്റ്റേഷൻസ് ടു ലിവ് ഇൻ ദർ ഓൺ ഹാബിറ്റാറ്റ്. ഓർഗാനിസം ദാറ്റ് ആർ സിമിലർ ഇൻ സ്ട്രക്ചർ ആൻഡ് പെർഫോം ഡിഫറെൻറ്റ് ഫംഗ്ഷൻ ആർ കോൾഡ് ഹോമലോഗസ് ഓർഗൻസ് അല്ലേ. അതിനാണ് നമ്മൾ ഹോമലോഗസ് ഓർഗൻസ് പറയാം. Explain how the fossil of the following organisms support the idea of evolution. Archaeopteryx ഉണ്ട്, dinosaurs ഉണ്ട്, ഹോസസ് ഉണ്ട് അല്ലേ. നമുക്ക് ഹോസസിൻ്റെ നമുക്കറിയാം ഓർഗാനിക് എവല്യൂഷൻ ഇസ് എ ഗ്രാജുവൽ പ്രോസസ് എന്നുള്ളതാണ് നമ്മൾ ഹോസസിൻ്റെ. കാരണം അത് ആൻസസ്റ്റേഴ്സ് ഓഫ് ഹോസസ് ഹാസ് എ ഷോർട്ടർ ലെഗ്സ് ദാൻ വൺസ് ഇൻ ടൈം അല്ലേ. പണ്ട് കിട്ടിയ ആ ഒരു ഹോസസിൻ്റെ ഫോസിലുകൾ നോക്കുമ്പോൾ അതിൻ്റെ കാലുകൾ വളരെ ചെറുതാണ്. അപ്പോൾ വളരെ ഗ്രാജുവലായിട്ട് നടക്കുന്ന ഒന്നാണ് എന്നുള്ളതാണ് നമ്മൾ ഹോസസിൻ്റെ ഫോസിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. അതേപോലെ തന്നെ ആർക്കിയോപ്റ്ററിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫൈൻഡിങ് ആണ്. ഫോസിൽസ് വിച്ച് ആർ കണക്റ്റിംഗ് ലിങ്ക്സ് റിവീൽ ദ എവല്യൂഷൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓർഗാനിസം അല്ലേ. ആർക്കിയോപ്റ്ററിസ് പിന്നെ റെപ്റ്റൈൽസിൻ്റെയും ബേർഡ്സിനെയും കണക്ട് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ ഡൈനോസോർസ്, മാമോത്സ് അതിൻ്റെയൊക്കെ ഫോസിലുകൾ എന്താണ്, ഇറ്റ് ഈസ് പ്രൂവൺ ദാറ്റ് മെനി സ്പീഷീസ് ഹാവ് ബിക്കം എക്സ്റ്റിങ്ക്ട് ദാറ്റ് വെയർ ലിവിങ് ഓൺ എർത്ത് ഇൻ ദ പാസ്റ്റിൽ ജീവിച്ച പലതും എക്സ്റ്റിങ്ക്റ്റ് ആയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഡൈനോസോഴ്സിൻ്റെ ഫോസിൽസ് അല്ലേ. അപ്പോൾ ഓരോ ഫോസിലുകൾക്കും അതിൻ്റെതായ പിന്നെ എന്തുണ്ട് പ്രാധാന്യങ്ങളുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. ജസ്റ്റ് ഹോസിൻ്റെ ഫോസിൽ കിട്ടിയിട്ടുണ്ട് അതിന് കാല് ചെറുതായിരുന്നു മനസ്സിലാക്കിയാൽ പോരാ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയത് എന്താണ്, ഒരു ഗ്രാജുവൽ പ്രോസസ് ആണെന്ന് മനസ്സിലാക്കി. ഡൈനോസോഴ്സിൻ്റെ കിട്ടിയപ്പോൾ നമ്മളെന്താ മനസ്സിലാക്കിയത്, ഇപ്പം ഡൈനോസോഴ്സ് ഇല്ലല്ലോ. അപ്പോൾ പണ്ട് ഇവിടെ നമ്മൾക്ക് ഇപ്പം കാണാൻ പറ്റാത്ത പലതും ജീവിച്ചിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഡൈനോസോഴ്സിന്. അങ്ങനെ ആ രൂപത്തിൽ വേണം നമ്മളിതിന് മനസ്സിലാക്കാൻ. അനലൈസ് ദ ഇൻഫർമേഷൻ ഗിവൺ ഇൻ ദ ബോക്സ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ആർട്ടിഫിഷ്യലി റീക്രിയേറ്റഡ് അറ്റ്മോസ്ഫിയർ ഓഫ് പ്രിമിറ്റീവ് എർത്ത് ഓർഗാനിക് മോളിക്യൂൾസ് വെർ ഫോംഡ്. Which theory of the origin of life is proved through this experiment? ഏതാണ്, കെമിക്കൽ എവല്യൂഷൻ തിയറി ആണ് അല്ലേ. Name the scientist who conducted this experiment. യൂറേ ആൻഡ് മില്ലർ ആണ്. ബ്രീഫ്ലി ഡിസ്ക്രൈബ് ദ എക്സ്പെരിമെന്റ്. നമുക്കറിയാം, ഇൻ ദ പ്ലേസ് ഓഫ് നാച്ചുറൽ എനർജി സോഴ്സസ് ലൈക്ക് തണ്ടർ ആൻഡ് ലൈറ്റ്നിങ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ഓഫ് പ്രിമിറ്റീവ് എർത്ത്, ഹൈ വോൾട്ടേജ് ഇലക്ട്രിസിറ്റി വാസ് പാസ് ത്രൂ ദ gaseous mixture in the glass furnace അല്ലേ. അപ്പോൾ ഹൈ വോൾട്ടേജ് ഇലക്ട്രിസിറ്റി എന്ത് ചെയ്തു, പാസ് ചെയ്തു. എന്തിനു പകരം, തണ്ടർ ആൻഡ് ലൈറ്റ്നിങ്ങിനൊക്കെ പകരം. ദെൻ ദ gaseous mixture was cooled with the help of condenser. The sediment substance were separated and when observed organic molecules such as amino acid were found. അപ്പോൾ അതാണ് ആ ഒരു യൂറേ മില്ലർ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു അപ്പാരറ്റസ് ഒക്കെ നമ്മൾ ഏകദേശം ഒന്ന് മനസ്സിലാക്കി വെക്കുക എന്താണ് സംഭവം എന്നുള്ളത്. അതായത് ഇവിടെ ഇലക്ട്രിക് എനർജി പാസ് ചെയ്യും, ഇവിടെ നമ്മൾ ആ പ്രിമിറ്റീവ് എർത്തിലുള്ള ഗ്യാസസ് ഒക്കെ നമുക്ക് അവിടെ കൊടുക്കും, എന്നിട്ട് അത് കണ്ടൻസ് ചെയ്യും കണ്ടൻസർ ഉപയോഗിച്ചുകൊണ്ട്. എന്നിട്ട് അവസാനം കിട്ടിയതിൽ നമുക്ക് അമിനോ ആസിഡ്സ് ഒക്കെ കാണാൻ പറ്റും അല്ലേ. യെസ്, make suitable pairs as shown in the model using the information given in the box A and B. Homo sapiens, modern man എന്നതുപോലെ അല്ലേ. Homo sapiens, Homo neanderthalensis, അതുപോലെ തന്നെ Homo erectus, Homo habilis, Australopithecus അല്ലേ. മോഡേൺ മാൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ഏബിൾ ടു വാക്ക് അപ്രൈറ്റ് ഇൻ 2 legs. They buried dead bodies, made weapons from stones. നമുക്കറിയാം, ഇറക്ടസ് ആണ് എന്ത്, ഏബിൾ ടു വാക്ക് അപ്രൈറ്റ് ഇൻ 2 legs അല്ലേ. ഹാബിലിസ് വെപ്പൺസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഫ്രം സ്റ്റോൺസ്. നിയാണ്ടർതലിൻസ് പിന്നെ ദേ ബറീഡ്
ഡെഡ് ബോഡീസ് അല്ലേ, അതൊക്കെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലടക്കം ഉള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ട കുറേ ഏരിയാസിൽ നിന്നുള്ള ചോദ്യങ്ങൾ, ഈ ചോദ്യങ്ങൾ കണ്ടാൽ തന്നെ നമുക്ക് ഏതൊക്കെ ഏരിയാസ് കുറച്ചും കൂടി ഫോക്കസ് ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവും. ഇതിനപ്പുറത്തേക്കുള്ള ഒന്നും ഉണ്ടാവില്ല എന്നല്ല, ഏകദേശം എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരിക എന്നുള്ളതിൻ്റെ ഒരു മോഡൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞതുപോലെ എല്ലാവരും പോസ് ചെയ്ത് സ്വന്തമായി ആൻസറൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അങ്ങനെയൊക്കെ തന്നെ ആണ് റിവൈസ് ചെയ്യേണ്ടത്, അല്ലാതെ ക്ലാസ് ഇങ്ങനെ ഒരു സിനിമ കാണുന്ന മാതിരി കണ്ടുകൊണ്ട് കാര്യമില്ല അല്ലേ. അപ്പോൾ അങ്ങനെ സ്വയം ചെയ്ത് നോക്കുക, കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക, വായിക്കുക, ടെക്സ്റ്റ് ബുക്ക് വായിക്കുക, ഡയഗ്രാംസ് നന്നായി നോക്കുക, റീഡ്രോ ചെയ്യേണ്ടുന്ന ഡയഗ്രാംസ് അടക്കം ഉണ്ടാവും, അതൊക്കെ നോക്കി നോക്കുക. ഓക്കെ, ആ രൂപത്തിലൊക്കെ നന്നായി പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. എല്ലാവരും അടിപൊളിയായിട്ട് എക്സാം ഒക്കെ എഴുതുക, നല്ല മാർക്സ് ഒക്കെ സ്കോർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.